അതുപോലെയാണ് പങ്കുവയ്ക്കാനും നമ്മൾ ശീലിപ്പിക്കണം. ഒരു കുടുംബം വന്നു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ 2-3 മക്കളും പേരൻസാണ് വരികയിൽ ഒരു 5 മിഠായി എടുത്ത് ഇളയവനിട്ട് കൊടുക്കും. ആദ്യം 1 കൊടുത്തിട്ട് പറയും, ഇത് ചേട്ടനോട് കൊടുത്തിട്ട് വരുമെന്ന് അറിയണമല്ലോ, ഇത് ചേച്ചിക്കോട്, മറ്റേത് ബാബയ്ക്കും കൂടെ. അവൻ്റെ കൈ കൊണ്ട് അതിനെ കൊടുപ്പിക്കുക. അപ്പം അവന് കൊടുക്കാൻ ബാക്കിയോട് ഇത് പപ്പായ്ക്കോട്, ഇത് മോനം കൊടുത്തു. ശരിയായില്ലേ? പങ്ക് വയ്ക്കുവാനായിട്ട് കൊടുക്കുവാനായിട്ട് നമ്മൾ ശീലിപ്പിക്കണം. കയ്യിലിരിക്കുന്നത് ചോദിച്ചു വാങ്ങുന്ന ആളുകളുണ്ട്. ചില വീടുകൾ ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു മിഠായി ഇരിക്കുന്നു, മോനെ മിഠായി എനിക്ക് തരാമോ? ഓ സന്തോഷത്തോടെ തരും. മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഓ എനിക്ക് വേണ്ട, മോൻ തന്നെ അങ്ങ് തിന്നോ. കുഴപ്പമല്ലോ ഉണ്ടോ? നിങ്ങൾ വിചാരിക്കും കുഴപ്പമില്ലെന്ന്, മഹാകുഴപ്പമാണ്. അങ്ങനെ നിങ്ങൾ കൊടുക്കാതെ ആ സാധനം അപ്പോൾ തന്നെ മാറ്റിവെക്കുക. ആ കുട്ടിക്ക് നിങ്ങൾ ഉടനെ കൊടുത്താൽ ഉണ്ടാകുന്ന കുഴപ്പം, ഒന്ന്, കൊടുത്താൽ എനിക്ക് കിട്ടുമെന്നൊരു ചിന്ത കുട്ടിയുടെ മനസ്സിൽ വരെ. അതിൽ വലിയ ദോഷമില്ലായിരിക്കാം. കുറച്ചുകൂടി വരുമ്പോൾ കൊടുത്താൽ കിട്ടിയിരിക്കണം എന്ന നിലയിലേക്ക് ദുരാശ ഉണ്ടാകുന്നില്ലായിത്തീരും. മക്കൾ 3 പേർക്കും ഓരോ കാറ് മേടിച്ചുകൊണ്ട് വരരുത്. 3 പേർക്കും കാർ ഇഷ്ടമാണ്. എന്നാൽ ഒരുത്തിന് കാർ മേടിക്കണം, കളിപ്പാട്ടത്തിൻ്റെ കാര്യം പറയുന്നു, ഒരുത്തിന് മോട്ടോർ ബൈക്ക് മേടിക്കണം, ഒരുത്തിന് പ്ലെയിൻ മേടിക്കണം. ഇത് 3 പേർക്ക് ഇഷ്ടമാണെന്ന് 3 പേരും വീതിച്ച് പഠിക്കണം. 3 പേർക്കും കാർ കൊടുക്കണം. എൻ്റെ കാർ കണ്ടോടാ, നിന്റെ കാർ കണ്ടോടാ എന്ന് പറയാനിടയാകരുത്. അപ്പോൾ അവർ അന്യോന്യം കൊടുക്കും. അങ്ങനെ ഒരു കളിപ്പാട്ടം പോലും നിങ്ങൾ എല്ലാവർക്കും ഒന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കരുത്. ഒരുവൻ കാർ കൊണ്ട് കളിക്കുകയും മറ്റും നോക്കിയിരിക്കും. അവൻ കളിച്ചതിന് ശേഷം അവന് കൊടുക്കും. അപ്പം ഞാൻ കാർ കളിച്ച് തീർന്നിട്ട് അങ്ങോട്ട് തരാം, നിന്റെ പ്ലെയിൻ ഇങ്ങോട്ട് തന്നേക്കണം. അപ്പോൾ ഇങ്ങോട്ട് ഈ പ്ലെയിൻ കളിച്ച് തീരുന്നവരെ മറ്റോ നോക്കിയിരിക്കുകയാണ്. അവനത് കൊടുത്തിട്ട് ലോറി തിരിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരു വീട്ടിൽ ഒന്നിധികം മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് തന്നെ കൊടുക്കരുത്, വെവ്വേറെ കൊടുക്കണം. അപ്പോൾ അവർ അന്യോന്യം പങ്കിടാനായിട്ട് അവർ പഠിക്കും. 2 പേർക്കും അങ്ങനെ കളിപ്പാട്ടങ്ങൾ പോലും കൊടുത്ത് ശീലിപ്പിച്ചാൽ അവർക്ക് സഹകരണ ബോധം കുറയും, സ്വാർത്ഥത വർദ്ധിക്കുന്നതിനിടയായി തീരും. കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കാം, ഇതെല്ലാം അവരുടെ ഓരോ സ്വഭാവം ഉരുവാക്കിയെടുക്കുകയാണെന്നുള്ളത് നാം ചിന്തിക്കുന്നില്ല. നല്ല ശീലം പ്രകടിപ്പിക്കുമ്പോൾ അഭിനന്ദിക്കുകയും വേണം. മിടുക്കൻ, മിടുക്കി, കൊള്ളാം എന്നൊക്കെ നല്ല ചിരിയോടെ ഉറക്കെ പറയണം, പയ്യല്ല പറയണം. അത് പറയുമ്പോൾ അവർ ചെയ്ത നല്ല കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നാളെ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള ചിന്ത അവരിലുണ്ടാകും. കൺഗ്രാജുലേഷൻസ്, ഫൈൻ, വെരി ഗുഡ്, ഈ പദങ്ങളൊക്കെ നമ്മൾ സന്ദർഭത്തിനൊത്ത് അവരോട് പറഞ്ഞു നോക്കൂ. ഈ വാക്കുകളെല്ലാം സ്വാധീനശക്തി വളരെ വലുതാണ്. ഒരു കുട്ടി ഒരു കാര്യം ഫൈൻ എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് വലിയ സ്വാധീനമായി. ആ കുട്ടി അതുപോലെ നാളെ ഓർത്തിരുന്ന വ്യത്യാസമില്ലാതായിട്ട് ചെയ്യും. വഴക്ക് പറഞ്ഞും അടി കൊടുത്തും ഒന്നും കുളിപ്പിക്കരുത്. അങ്ങനെ കുളിപ്പിക്കേണ്ടതല്ല. കുളി ഒരു ആസ്വാദനമാക്കി മാറ്റണം. അതാണ്. തല്ലിക്കരയിപ്പിച്ച് ഉറക്കരുത്. അങ്ങനെ ഉറക്കിയാൽ സ്വപ്നത്തെ ദുസ്വപ്നങ്ങൾ കാണും, അവർക്ക് ഞെട്ടലുണ്ടാകും. അവരുടെ മനസ്സിന്റെ അവസ്ഥയ്ക്കനുസരിച്ചാണ് സ്വപ്നങ്ങൾ കാണുന്നത്. ശിക്ഷിച്ചും നിർബന്ധിച്ചൊന്നും പ്രാർത്ഥിപ്പിക്കരുത്. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് കൃത്യമായിട്ട് പ്രാർത്ഥന വീട്ടിൽ നടത്തിയെന്നാ വായിച്ചു. വായിച്ചാട്ടെ. എന്നാൽ വിരുന്നുനാളുകൾ വട്ടം തികയുമ്പോൾ ഇയ്യോബ്, പക്ഷേ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് തെളിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞ് ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യക്കൊത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്തു. അവരെ കൊണ്ട് ഹോമയാഗം കഴിപ്പിക്കുകയും ചെയ്തു. അങ്ങനല്ല, അവൻ കഴിച്ചു. അപ്പനും അമ്മയും യാഗം കഴിക്കുകയാണ് വേണ്ടത്, കഴിപ്പിക്കുകയല്ല. കഴിക്കുമ്പോൾ മകളും യാഗം കഴിക്കാനായിട്ട് പഠിച്ചോളൂ. പ്രധാന ഒരു ചോദ്യമാണ്. ആദാമിന് ഹവ്വയ്ക്കും ഹാബലും കയീനും ഉണ്ടായി. എന്നാൽ ദൈവത്തിന് പ്രസാദകരമായ വഴിപാട് കൊടുക്കുവാൻ ഹാബേലിന് കഴിഞ്ഞു, കയീന് കഴിഞ്ഞില്ല. എന്നാൽ കയീനാണ് മൂത്തത്, എന്നിട്ടും കഴിഞ്ഞില്ല. ഇങ്ങനെ ദൈവത്തിന് യാഗം അർപ്പിക്കണമെന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി? ഒരു തർക്കവുമില്ല, അവളുടെ മാതാപിതാക്കന്മാർ കാണിച്ചു കൊടുത്തത് തന്നെയായിരിക്കും. അല്ലെങ്കിൽ അന്ന് വേറെങ്ങും എന്നാൽ ചർച്ചില്ലല്ലോ, പാസ്റ്റേഴ്സ് ഇല്ലല്ലോ, ബൈബിളില്ലല്ലോ. അപ്പോൾ പ്രാർത്ഥനയ്ക്കായി നിർബന്ധിക്കുകയല്ല, പ്രാർത്ഥന ഒരു മാതൃകയായിട്ട് തീരുമ്പോൾ കുഞ്ഞുങ്ങളെ നിർബന്ധിച്ചല്ല പ്രാർത്ഥിപ്പിക്കേണ്ടത്, അവർ തന്നെയെ പ്രാർത്ഥനയ്ക്ക് കൃത്യമായൊരു നേരവും പ്രത്യേകമായ സ്ഥലമുണ്ടെങ്കിൽ കുട്ടികൾ സ്വയമായി പ്രാർത്ഥനയിൽ പങ്കാളികളായിക്കൊള്ളും.
ഇന്നത്തെ നിലയിൽ എപ്പോഴെങ്കിലും വന്ന് എങ്ങനെയെങ്കിലും ഒരു പ്രാർത്ഥന, വല്ല നിവൃത്തിയുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് സമയം കൃത്യമായിരിക്കണം. കുട്ടികൾക്ക് പറയണം 7:30 ഇവിടെ സന്ധ്യപ്രാർത്ഥനയാണ്, അത് ക്ലോക്ക് കറക്റ്റ് ആകുമ്പോൾ എന്ത് ജോലി മാറ്റിവെച്ച് അവിടെ തുടങ്ങുന്നു വരികയും 7:30 തന്നെ അവിടെ പ്രാർത്ഥിക്കാൻ സമയമായി. പ്രാർത്ഥിക്കാൻ കൃത്യമായ സ്ഥലവും വേണം. അപ്പോഴത് ഒന്നുകൂടെ ഓർക്കുന്നത്. ആ സ്ഥലത്ത് അങ്ങനെ ഒരു ശീലമായി കഴിയുമ്പോൾ അവർക്ക് അതിൽ നിന്നൊരു മാറ്റം പിന്നീട് വരികയില്ല. പള്ളിയിലേക്ക്, ആരാധനത്തിലേക്ക് കുട്ടികളെ വലിച്ചെരിച്ചുകൊണ്ട് പോകാൻ ഇടയാകാതെ അവർക്കതൊരു സന്തോഷകരമാക്കി തീർക്കണം. സൺഡേ സ്കൂളിലും നഴ്സറി സ്കൂളിലും പോകുവാനായിട്ട് കൊതി തോന്നത്തക്ക പ്രേരണ നൽകണം. അതാണ് നഴ്സറി സ്കൂളിൽ പോകാൻ വേണ്ടി കാത്തുകാത്തിരുന്ന് അതിനുവേണ്ടി കൊതിക്കത്തക്ക നിലയിൽ മനസ്സിന് നേരത്തെ ഒരുക്കിയെടുക്കണം. സൺഡേ സ്കൂളിലും അടിച്ചും പിടിച്ചും വലിച്ചഴിച്ചുകൊണ്ട് ആക്കുകയല്ല, എന്നെനിക്ക് സൺഡേ സ്കൂളിൽ പോകാൻ പറ്റും എന്ന് അവർക്ക് കൊതി തോന്നത്തക്കതായ ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. സൺഡേ സ്കൂൾ ആനിവേഴ്സറിയുടെ പ്രോഗ്രാം എനിക്ക് ലക്ഷ്യം അതാണ്. മുതിർന്ന കുഞ്ഞുങ്ങൾ പാട്ടുകൾ പാടുന്നു, പ്രസംഗങ്ങൾ പറയുന്നു, സമ്മാനങ്ങൾ വാങ്ങുന്നു, ഇതെല്ലാം കണ്ടു കൊച്ചുകുട്ടികളുടെ ഉള്ളത്തിൽ അപ്പോഴേ പറഞ്ഞുകൊണ്ട് കണ്ടോ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടാണ്, എല്ലാ ആഴ്ചയിലും പോയിട്ടാണ് കിട്ടിയത്. അപ്പം അങ്ങനെ എന്നെ വിടണം, കഴിയട്ടെ വരട്ടെ, കൊച്ചുകൂടെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. അപ്പം ഇങ്ങനെ അവരെ പ്രലോഭിപ്പിച്ച് സൺഡേ സ്കൂളിൽ പോകണം, പോയാൽ ആ ഗുണമുണ്ട്, ഈ നന്മയുണ്ടെന്ന് അവരുടെ മനസ്സിനെ ഒരുക്കിയെടുത്തുകൊണ്ട് വരികയാണ്. പ്രധാനമായും പഠനം, ഭക്തി എന്നിവയിൽ ആവേശം നിലനിർത്തുവാൻ മാതാപിതാക്കന്മാർ സദാ ജാഗരൂകരായിരിക്കണം. 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന് പഠനം, പഠിക്കാനുള്ള ആവേശം ഒരിക്കലും കിട്ടുപോകരുത്. ഭക്തിയുടെ വിഷയത്തിലും ആവേശം കിട്ടുപോകരുത്. ഈ 2 കാര്യങ്ങളും ആ ആവേശം നമ്മൾ നിലനിർത്തുവാൻ സദാ ശ്രദ്ധിക്കണം. നമ്മളവിടെ മനസ്സിനെ അതിനായി ഒരുക്കിയെടുക്കണം. സ്കൂൾ ജീവിതത്തിന്റെ നല്ല വശങ്ങൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് അവർ പറഞ്ഞു കേൾപ്പിക്കണം. അനുഭവം ഉണ്ടെങ്കിൽ പറയണം, അല്ലെങ്കിൽ ആരുടെ അനുഭവം കടമെടുത്ത് പറയണം. ഇത് കേൾക്കുമ്പോൾ അപ്പൊ അതെങ്ങനെ അത് മമ്മി ഒന്ന് സ്കൂളിൽ പോയിട്ടാ, പപ്പ ഒന്ന് സ്കൂളിൽ പോയിട്ടാ, അത് കേൾക്കുമ്പോൾ എനിക്കും പോകണം. അതാണ് പ്രത്യേകത. വീട് വിട്ട് സ്കൂളിൽ ചേരാനായി കാത്തിരിക്കുന്നവരാക്കി അവരെ മാറ്റണം. അല്ലെങ്കിൽ പ്രായമായി വിദ്യാഭ്യാസത്തിന് ആവശ്യകത ബോധ്യപ്പെടുമ്പോഴേക്കും അടിസ്ഥാനമില്ലാതെ പോകും. ചെറുപ്പത്തിലെല്ലാം അടിച്ചും പിടിച്ചും നിർബന്ധിച്ച് സ്കൂളിൽ വിടുന്നു. എങ്കിലും ഒരു പ്രായമാകുമ്പോൾ ഞാൻ പഠിച്ചെങ്കിലേ എനിക്ക് നല്ല ഭാവി ഉണ്ടാകുകയുള്ളൂ എന്ന് ചിന്ത വരും. പക്ഷേ അപ്പോഴേക്കും വർഷങ്ങൾ കഴിഞ്ഞില്ലേ, വിദ്യാഭ്യാസത്തിന് അടിത്തറയെല്ലാം പോയില്ലേ, ഇനി ചിന്തിച്ചിട്ട് പ്രയോജനമില്ലാതായി തീരും. അഥവാ പഠനം, ഭക്തി എന്നുള്ള കാര്യത്തിൽ ഒരു മനസ്സൊരുക്കം 5 വയസ്സിന് മുൻപേ കുട്ടികൾ ഉരുവാക്കിയെടുക്കണം. മക്കള് അവരായിരിക്കുന്നത് പോലെ അവരെ അംഗീകരിക്കുക. അവരെങ്ങനെയായിരിക്കുന്നു അതുപോലെ അംഗീകരിക്കുക. ഓരോരുത്തരും വ്യത്യസ്തരാണ്. ഒരിക്കലും കുട്ടികളെ മറ്റുള്ള കുട്ടികളുമായിട്ട് താരതമ്യം ചെയ്ത് പറയരുത്. നോക്കൂ, അയൽവക്കത്തെ ഇന്നാരുടെ മകൻ അവൻ നല്ല മിടുക്കനാണ്, നീ മാത്രം ഇങ്ങനെയായിപ്പോയി എന്ന് പറയരുത്. ഇന്നാരുടെ മകൾ ഇത്ര മാർക്ക് മേടിച്ചു, നീ മാത്രം ഒരു മണ്ടിയ. ഒരിക്കലും സ്വന്തം മക്കളെ വേറെ ഒരു വിഷയത്തിലും, അറിവിലോ വളർച്ചയിലോ പഠനത്തിന് മികവിലോ സ്വഭാവത്തിലോ ഒന്നിലും വേറൊരാളുമായി താരതമ്യം ചെയ്യാനേ പാടില്ല. നോക്കുക, ഈ ഹാർഡിലുള്ളതായ തൂണുകളെല്ലാം ഒരുപോലെ ഇരിക്കുക. ഇതുപോലെ മക്കൾ ഇരിക്കുമോ? ഒരിക്കലുമില്ല. ഇതിനകത്ത് 6 തൂണം ഒരുപോലെ ഇരിക്കുന്നു, പക്ഷേ 6 മക്കൾ 6 വിധമായിരിക്കും. അതുകൊണ്ട് ഒരാളെപ്പോലെ ഒരാളായിരിക്കുന്നില്ല എന്നുള്ള വാക്ക് അർത്ഥശൂന്യമാണ്. ഒരിക്കലും മക്കളെ മറ്റുള്ള അന്യ മക്കളുമായിട്ട് താരതമ്യം ചെയ്യരുത്. ഇനി സ്വന്തം മക്കളെ തമ്മിലും ചെയ്യരുത്. വലിയ പണ്ടത്തരമാണ്. ചില വീടുകളിൽ ചെന്നാൽ ഇളയ കുട്ടിയെ കാണിച്ചറിയും, ഇവൻ മിടുക്കന, പരീക്ഷയ്ക്ക് ഈ പ്രാവശ്യം അവന് എല്ലാറ്റിനും A+ ഉണ്ട്, പക്ഷേ അവള് മണ്ടിയ, അവള് പഠിക്കട്ടെ. ഒരിക്കലും സ്വന്തം മക്കളെ അന്യോന്യവും മൂത്തതും ഇളയതും ആ മകനെന്ന മകളെന്നുള്ള വ്യത്യാസത്തിൽ താരതമ്യം ചെയ്യുവാനായിട്ട് പാടില്ല. അതുപോലെ കുട്ടികളിൽ വല്ല എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അവരോട് നേരിട്ടല്ലാതെ വേറെ ഭൂമിയിൽ ആരോടും പറയാൻ പാടില്ല. ഇനി അറിഞ്ഞിരിക്കത്തക്കോണം പ്രാർത്ഥിക്കാനോ മറ്റോ പറയണമെങ്കിൽ ഞങ്ങളോട് അങ്ങനെ അനേക അമ്മയപ്പനും പറയും. പക്ഷേ അവർ ഒരിക്കലും പറയരുത്. അവരുടെ കുറ്റം അവർ കേൾക്കുന്ന ആരോടും പറയരുത്. നമ്മൾ വീട്ടിൽ അതിഥികൾ വന്നാൽ വരുമ്പോഴാണ് അമ്മയപ്പന്മാരുടെ പരാതിയുടെ ഭാണ്ഡക്കെട്ടല്ല അയച്ചുവിടുന്നത്. ഇവൻ ഞാൻ പറഞ്ഞ ഒട്ടും അനുസരിക്കുന്നില്ല, അവക്ക് അമ്മയെന്ന് പറഞ്ഞ യാതൊരു ഭയവുമില്ല. ഇങ്ങനെ പോകും പരാതികൾ.
അതിഥികളുടെ മുൻപിൽ, അതിഥികൾ അന്യരാണെന്ന് വിചാരിക്കണം, അതിഥികളുടെ മുൻപിൽ മക്കളുടെ കുറ്റങ്ങൾ പറയരുത്, പകരം മക്കളുടെ ഗുണങ്ങൾ പറയണം. അതിഥികൾ വരുമ്പോൾ ഇവിടെ ഒരു ബഹുമാനത്തോടെ കാണുന്നത്, ഒന്നെങ്കിൽ ഒരു പാസ്റ്റർ വന്നു, അല്ലെങ്കിൽ ഒരിക്കൽ നമ്മുടെ ബന്ധുക്കൾ ആരെങ്കിലും വന്നു, അവിടെ മുൻപിൽ നിങ്ങൾ ഈ മക്കളെക്കുറിച്ച് നല്ല കാര്യങ്ങളെല്ലാം പറയണം. നല്ല കാര്യം എന്തൊക്കെ ഉണ്ടോ, ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പറയണം. ഇത് അവർ കേൾക്കുമ്പോൾ വലിയ സന്തോഷമുണ്ടാകും. ഇന്നാര് വന്നപ്പോൾ, അങ്കിൾ വന്നപ്പോൾ എന്നെക്കുറിച്ച് നല്ല കാര്യം മമ്മി പറഞ്ഞു, ഫേസ്ബുക്കിൽ നിന്ന് പാസ്റ്റർ വന്നപ്പോൾ പപ്പ എന്നെക്കുറിച്ച് ഇങ്ങനെ നല്ല കാര്യം പറഞ്ഞു എന്ന്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, പല കാര്യങ്ങളും കുറ്റമുണ്ടല്ലോ, അതെന്ത് ചെയ്യണം? ഇല്ലാത്ത കാര്യങ്ങളുണ്ടല്ലോ, അതെന്ത് ചെയ്യണം? അത് ഉരുവാക്കുവാനുള്ള കഴിവുണ്ടായിരിക്കാം. എന്നാൽ ഉരുവാക്കാനുള്ളതായൊരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, അവരിൽ ഇല്ലാത്തതായ ഒരു നന്മ ഉണ്ടെന്ന് അവർ കേൾക്കെ വേറെ ആൾ പറയുക. നിങ്ങൾക്കത് മനസ്സിലായില്ലായിരിക്കാം. ഒരു കുട്ടി മമ്മിയോട് ഒരു സ്നേഹമില്ല. നിങ്ങൾ പറയേണ്ടത് 4 പേരുടെ മുമ്പാകെ നിൽക്കും പറയണം, എന്തൊക്കെയായാലും അവൾക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ്. നിങ്ങൾ പറഞ്ഞു നോക്കൂ, പിറ്റേ ദിവസമുള്ള കുട്ടിയുടെ സ്വഭാവത്തിന് മാറ്റം വരും. അവരന്ന് ചിന്തിക്കാൻ തുടങ്ങും, എടാ ഞാനങ്ങനെ മമ്മിയോട് വലിയ സ്നേഹമൊന്നുമില്ല, ചിലപ്പോൾ അനസ്ഥതക്കേട് കാണിക്കാറുണ്ട്, പക്ഷേ ഇന്നാരും വന്ന് മമ്മി പറഞ്ഞു എന്തുവാ, എനിക്ക് മമ്മി എന്ന് പറഞ്ഞാൽ വലിയ ജീവനാണെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ അങ്ങനെ പോകണം. അതുപോലെ ഒരു കുട്ടി പഠിക്കാൻ ബുദ്ധിയുണ്ട്, പക്ഷേ ഉത്സാഹിക്കുന്നില്ല. നിങ്ങൾ വരുന്നവരോടെല്ലാം ഇവൻ മനസ്സ് വെച്ച പുലിയെ പിടിക്കും, പക്ഷേ അവന് മനസ്സില്ല, അല്ലേ? വെച്ചാ പുലിയെ പിടിപ്പൻ, അത് പറയരുത്. നിങ്ങൾ അങ്ങനെ പറയാതിന് പകരം 4 പേരുടെ മുമ്പാങ്ങൾ പറയണം, എൻ്റെ മോൻ നല്ല ബുദ്ധിയാണ്, അവൻ പഠിക്കാൻ ഉത്സാഹമുണ്ട്, അവൻ നല്ല രീതിയിൽ മനസ്സ് വെച്ചും നല്ല നിലയിൽ എത്തിച്ചേരും. ഇത് നിങ്ങൾ പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഞാൻ ഇത്രയും ബുദ്ധിയും ഒക്കെ ഉണ്ടായിട്ട് ഉത്സാഹിക്കാത്തവനാണ്, എങ്കിലും എൻ്റെ അപ്പൻ എന്നെ കുറ്റം പറഞ്ഞില്ലല്ലോ, 4 പേരുടെ മുൻപാകെ ഞാൻ പഠിക്കാൻ ഉത്സാഹമുള്ളവനാണെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ ഇനി ആ ഒരു ധാരണ തിരുത്തണ്ട. ഞാൻ നിങ്ങളോട് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, യേശു പറഞ്ഞ ഉപമയിൽ ഒരു കാര്യവിചാരകൻ അവനെ വിചാരണ സ്ഥാനം നീക്കാനായിട്ട് തീരുമാനിച്ചു ജോലിയിൽ നിന്ന്. അവൻ പോയി യജമാനോട് കടപ്പെട്ടിരിക്കുന്നതെല്ലാം ഇളച്ചു കൊടുത്തു. അവിടെ വായിക്കുന്നത്, ഇവൻ ബുദ്ധിയോടെ പെരുമാറിയ യജമാൻ അവനെ പുകഴ്ത്തി, ജോലിയിൽ നിന്ന് നീക്കിയില്ലെന്ന്. സംശയമുള്ള കേസാണ്. അതിൻ്റെ സൈക്കോളജി ഇവിടെയാണ്. ഇവൻ പോയി മറ്റുള്ളവരുടെ കടം ഇളച്ചു കൊടുത്തത് എന്തിനാന്ന് ചോദിച്ചാൽ, ജോലി പോയാൽ ഇവിടെ വീട്ടിൽ നിന്ന് വല്ലപ്പോഴും ഒരു ചായ എങ്ങനെ കുടിക്കണം, ഇതാ ഉദ്ദേശിച്ചത്. പക്ഷെ ഫലമുണ്ടായെന്ന് ചോദിച്ചാൽ ഇവൻ അത് പറഞ്ഞിട്ടില്ല, പിന്നീട് പറയാൻ വെച്ചിരിക്കുക. കടം ഇളച്ചു കിട്ടവരെ വിചാരിച്ചത് ആ യജമാൻ നല്ലൊരു മനുഷ്യനാണ്, കണ്ടു, ഇന്നാരെ പറഞ്ഞു വിട്ട് കടമടച്ച് നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ യജമാൻ ചിന്തിച്ചപ്പോൾ ഇവൻ അവന്റെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഈ കടം ഇളച്ചു കൊടുത്തതെന്ന് വരികിലും ഫലത്തിൽ ഞാനാണ് ചെയ്തതെന്നും ഞാൻ നല്ലവനാണെന്നുള്ള ചിന്ത ജനഹൃദയങ്ങൾ ഉണ്ടായി. ഈ നല്ല ഇമേജ് കളയണ്ട. അതുകൊണ്ട് അവനെ ജോലി തന്നെ തുടരുവാൻ അനുവാദം കൊടുത്തു. ഇതുപോലെ നെഗറ്റീവ് ട്രീറ്റ്മെൻ്റാണ്. ഇല്ലാത്ത കാര്യം ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉള്ളവരായി തീരുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണിത്. മക്കളെ അഭിനന്ദിക്കുക, അഭിനന്ദനവും ആഗ്രഹിക്കുന്ന ഒരു പ്രായമാണ് കുട്ടികൾക്കുള്ളത്. വിശേഷിച്ച് കുടുംബാംഗങ്ങളിൽ നിന്നും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ലോകത്തിൽ ആര് പറയുന്ന നല്ല വാക്കിനേക്കാൾ, പ്രോത്സാഹന വാക്കിനേക്കാൾ അമ്മയും അപ്പനും പറയുന്നതായ വാക്കാണ് അവർക്ക് അങ്ങേറ്റം പ്രിയം. ഒരു കാര്യം അവർ ചെയ്തത് ശരിയായില്ലെങ്കിൽ കൂടെ അതിൻ്റെ ശ്രമം നടത്തിയതിന് തന്നെ നമ്മൾ അവരെ അഭിനന്ദിക്കണം. സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് ഇങ്ങനെ കുട്ടിയെ നല്ലൊരു പാട്ടെല്ലാം പഠിപ്പിച്ചു വിട്ടു, വീട്ടിലൊക്കെ പാടിക്കേട്ടു. പക്ഷെ സ്റ്റേജിൽ കയറിയ ഉടനെ ഏതോ 2 വരി പാടി പിന്നെ നഖമൊക്കെ അടിച്ചു ആളിഞ്ഞു പോന്നു. അവനെന്നെ നാണം കെടുത്തിക്കളഞ്ഞു. ഞാൻ അവനെ വീട്ടിലിരുത്തി 100 വട്ടം പഠിപ്പിച്ചതാ. അവൻ ഇന്ന് രാവിലെ പറഞ്ഞതാ, സമയമായി കണ്ടില്ല, എന്നെ അവനങ്ങ് നാണം കെടുത്തിക്കളഞ്ഞു. ആ സമയം ലിസിയുടെ മോന് എന്ത് മിടുക്കനായിട്ട് പറഞ്ഞു. ദേവി ഏത് പറയാതെ അവൻ പോയി നിന്നല്ലോ, പാടാൻ ശ്രമമൊക്കെ നടത്തിയല്ലോ. അപ്പോൾ തന്നെ നിങ്ങളുടെ കൈയടിച്ചിട്ട് നിങ്ങൾ അവനെ പ്രോത്സാഹിപ്പിക്കണം. നീ ഒരു ശ്രമങ്ങൾ നടത്തിയല്ലോ, ഒരു പാട്ട് പാടാൻ, ഒരു വാക്യം പറയുവാൻ, ഇതിനൊക്കെ ശ്രമിച്ചിട്ട് അത് മുഴുവിപ്പിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെ കൈയടിക്കുക, അവർക്കൊരു ഉമ്മ നൽകുക. ഇങ്ങനെ നമ്മളവർ പ്രോത്സാഹിപ്പിച്ചാൽ അടുത്ത തവണ അവരുടെ കഴിവുകൾ കൂടുതൽ വികസിക്കുന്നിടയായിത്തീരും. ഒരു ഷർട്ട് കുട്ടി തന്നെ ഇട്ടു, തിരിച്ചിട്ടു.
ഈവനെ ഷർട്ട് ഇതിൻ്റെ ശരിയായിട്ടിടാനും അറിയാ ഇങ്ങനായിരുന്നു എന്ന് പറയാതെ ശരിയായില്ല എന്നുള്ള വാക്ക് ഉപയോഗിക്കാതെ വേറെ വാക്ക് ഉപയോഗിക്കുക. മോനിങ്ങി വന്നേ ആ ഉടുപ്പൊന്നുകൂടെ ഊരിയിട്ടേ എന്നാണ് അത്രേ പറയാം. അവൻ ചെയ്ത് തെറ്റിയെന്നുള്ള പറയരുത്. തെറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ തലേ ദിവസം പറയും അമ്മ ഇട്ടെന്നാൽ ഞാൻ എപ്പോൾ ചെയ്താലും തെറ്റത്തേ ഉള്ളൂ എന്ന് പറയും. തെറ്റിയെന്നൊരു വാക്ക് ഉപയോഗിക്കാതെ ഷർട്ട് ഒന്ന് ഊരിട്ടിട്ട് നമുക്കറിയാമല്ലോ ഊരിടുമ്പോൾ നേരെ ആവുമല്ലോ, അത്ര മതി. അല്ലെങ്കിൽ നമ്മളൊരു സഹായം ചെയ്യുക, അതല്ലാതെ തെറ്റി എന്ന് പറയാതിരിക്കുക. നമ്മൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രോത്സാഹനം അഭിനന്ദനവും കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവർ ഒരു കാര്യം നന്നായി ചെയ്താൽ അതിന് അഭിനന്ദനം കൊടുക്കാനും പഠിപ്പിക്കുകയും ചെയ്യും, നന്ദി പറയാനും പഠിപ്പിക്കുക. ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ താങ്ക് യു പറയാൻ പഠിപ്പിക്കുക. അതുപോലെ ആരെങ്കിലും ഒരു നല്ല കാര്യം ചെയ്താൽ കൺഗ്രാജുലേഷൻസ് പറയാനും പഠിപ്പിക്കണം. ഞാൻ ചോദിക്കുന്നത്, ഒരു ശുശ്രൂഷകൻ ഒരു കൺവെൻഷന് വന്ന് ഒരു നല്ലൊരു പ്രസംഗം പറഞ്ഞു. നിങ്ങളുടെ 3 വയസ്സുള്ള കുട്ടി കഴിഞ്ഞ് നേരെ സംഘകന്റെ കൈ പിടിച്ചിട്ട് കൺഗ്രാജുലേഷൻസ് പ്രസംഗം നന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇത്ര മനോഹരമായിരിക്കും. നല്ലതാ, പക്ഷെ നല്ലതാണെന്ന് പറയാൻ അഭിനന്ദിക്കാനും പഠിപ്പിക്കുന്നില്ല. നമ്മൾ ചെയ്തിട്ട് വേണ്ടി അവർ പഠിക്കാൻ. നമ്മൾ അവരോടങ്ങനെ ചെയ്താൽ അവര് നമ്മോടും മറ്റുള്ളവരോടും അത് ചെയ്യാനായിട്ട് പഠിക്കും. എന്തെങ്കിലും എഴുതിയാൽ, ഒരു പടം വരച്ചാൽ, മറ്റെന്ത് ചെയ്താലും നമ്മൾ ശ്രദ്ധയും പ്രോത്സാഹനവും കൊടുത്ത് അവരെ വളർത്താൻ ശ്രമിക്കണം. ശ്രദ്ധയും പ്രോത്സാഹനം കൊടുത്തവരെ വളർത്തുമ്പോൾ അവരുടെ കഴിവുകൾ കൂടുതൽ വികസിച്ചു വരുന്നതിനിടയായിത്തീരും. നിങ്ങൾ പ്രസിദ്ധനായ ഒരു ചിത്രകാരനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ബെഞ്ചമിൻ വെസ്റ്റ് എന്ന തൻ്റെ പേര്. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തൻ്റെ ഇളയ ഒരു പെങ്ങളുണ്ടായിരുന്നു. ഒരിക്കൽ അമ്മ പുറത്തു പോയതായ സമയത്ത് ഈ മകനെ ഇളയ പെൺകൊച്ചിനെ നോക്കാൻ രണ്ടുപേരും വീട്ടിലാക്കിയിട്ട് പോയി. 1 മണിക്കൂർ കഴിഞ്ഞ് അമ്മ തിരിച്ചു വരുന്നതായ സമയത്ത് അവിടെ അലോങ്കലപ്പെട്ട് കിടക്കുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കൊണ്ടായിരുന്നതായ കുറച്ച് മഷി എല്ലാം അവിടെ തട്ടി മറച്ചിട്ട് കുറെ പേപ്പറും ബുക്കും എല്ലാം അവിടെ കിടപ്പുണ്ട്. സാധാരണഗതിയിൽ അവിടെ വന്നാൽ അമ്മയ്ക്ക് ദേഷ്യമാണ് തോന്നേണ്ടത്. മഷിയെല്ലാം തട്ടിമറിച്ച് അലങ്കോലപ്പെടുത്തിയിട്ടിരിക്കുന്നു. എന്നാൽ ആദ്യം ഉണ്ടായതായ അനിഷ്ടം ഉള്ളിൽ ഒതുക്കിയിട്ട് ഒന്ന് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇവൻ കൊച്ചു പ്രായത്തിൽ തൻ്റെ കുഞ്ഞു പെങ്ങളെ പടം വരയ്ക്കാൻ ശ്രമം നടത്തിയിരിക്കുക. അതിങ്ങനെയൊക്കെ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി പടമൊന്നും ആയില്ല, എങ്കിലും അവൻ ശ്രമിച്ചത് ഇതിനാണ്, കുഞ്ഞു പെങ്ങളെ പടമൊന്ന് വരയ്ക്കാൻ. ഉടനെ എന്താണ് ആ അമ്മ ചെയ്തെന്നറിയാമല്ലോ? അമ്മ ഓടിച്ചെന്ന കുഞ്ഞിനെ എടുത്തിട്ട്, മോനെ നീ ചേച്ചിയുടെ പടം മനോഹരമായി വരച്ചിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ ഒരു ഉമ്മ കൊടുത്തു. ആ കുഞ്ഞാണ് പിന്നീട് പ്രസിദ്ധനായ ചിത്രകാരനായിട്ട് മാറിയത്. താൻ ലോകപ്രശസ്ത ചിത്രകാരനായതിനു ശേഷം ഒരിക്കൽ പരസ്യമായി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അമ്മയുടെ ഉമ്മയാണ് എന്നെ ഇത്ര വലിയവനാക്കിയതെന്ന്. ഇങ്ങനെ ചെയ്യാൻ നമുക്ക് കഴിയുമോ? ആ അമ്മയുടെ സ്ഥാനത്ത് നമ്മൾ ആരെങ്കിലും ആണെങ്കിൽ അന്ന് ആ കൊച്ചിന് അടിയുടെ പൂരമായിരിക്കും. അത് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുവാനായി ശ്രമം നടത്തിയതിന് പോലും നമ്മൾ പ്രോത്സാഹനം കൊടുത്താൽ പിന്നീട് ആ ശ്രമം മെച്ചപ്പെട്ടതായിട്ട് മാറും. 6ാമത്തെ വയസ്സിലേക്ക് കടക്കുമ്പോൾ 5 വയസ്സ് വരെ കണ്ടത് സന്ദർഭം വരുമ്പോൾ അതേപടി ആവർത്തിക്കാനായിട്ട് അവർ ശ്രമിക്കും. ഇതിനെ അബ്സ്ട്രാക്ട് തിങ്കിങ് എന്നാണ് പറയുന്നത്. 4-5 വയസ്സ് വരെ മാതാപിതാക്കന്മാരുടെ പെരുമാറ്റം, മറ്റു വിഷയങ്ങൾ ഇതെല്ലാം കണ്ടും കേട്ട് മനസ്സിനിങ്ങനെ വെച്ചിട്ട് ഒരു 5 വയസ്സ് കഴിയും മുതൽ അതുപോലൊക്കെ ചെയ്യാമോ എന്ന് അവർ നോക്കുകയായി. ഓരോ സന്ദർഭത്തിലും നിങ്ങൾ ഒരു അതിഥി വീട്ടിൽ വന്നപ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറി? സാധാരണകൾക്ക് ഇങ്ങനെ ഒരു ഡബിൾ റോളുണ്ട്. എന്താ ചോദിച്ചാൽ, ഒരാൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എത്ര നാളായി കണ്ടിട്ട്, ഞാൻ കുറെ നാളുകൊണ്ട് വിചാരിക്കുകയാണ് നിങ്ങളൊന്ന് ഫോൺ ചെയ്യണം, നിങ്ങളിന്ന് കണ്ട് വർത്തമാനം പറഞ്ഞ് ഒരുപാട് നാളായി, ഏതായാലും വന്നതങ്ങ് ഭാഗ്യമായി, ഇന്ന് ഏതായാലും ഞാൻ വീട്ടിലുണ്ടായിരുന്നു. ഇത് പറഞ്ഞിട്ട് അപ്പുറത്ത് നിന്ന് ഭാര്യയോട് പറയുന്നത്, ശല്യം വലിഞ്ഞു കയറി വന്നേക്കുന്നു. ഇത് നിങ്ങളുടെ കുട്ടി കേട്ടോണ്ടിരിക്കുക. ഇത് തന്നെ ഒരു സന്ദർഭത്തിൽ ഈ കുട്ടി അതുപോലെ തന്നെ ചെയ്യും. അത് ചിലപ്പോൾ പറയുന്നത് ഫെയ്ത്തോലെ പാസ്റ്ററോടായിരിക്കും. പാസ്റ്റർ വരെ ഓടിച്ചത് പ്രൈസറോടെല്ലാം പറയും. എന്നിട്ട് പയ്യ അകത്തോട്ട് എന്നിട്ട് പറയും, മമ്മി ശല്യം കയറി വന്നിട്ടുണ്ട്. 5 വയസ്സ് വരെ എന്തൊക്കെ കണ്ടു കേട്ടു
ഇതിങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഇതെല്ലാം നല്ലതാണെന്ന കുട്ടിയുടെ വിചാരം, തന്മതിന്മ അറിഞ്ഞുകൂടല്ലോ. അടുത്ത സന്ദർഭം വരുമ്പോൾ അതുപോലെ അവർ ചെയ്യും. ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കുസൃതികൾ എന്ന് പറയുന്നത്. അമ്മമാർക്കാണ് കൂടുതൽ ഈ വിഷയത്തിൽ പരാതി. ഈ കുസൃതിക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? കുസൃതി എന്ന് പറഞ്ഞ ഒറ്റയടിക്ക് വിടരുത്. ഇതിനെ പലതായിട്ട് തരം തിരിച്ച് ചിന്തിക്കേണ്ടതുണ്ട്, കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ പറയുന്നത് മനസ്സിന്റെ അസ്വാസ്ഥ്യങ്ങൾ മൂലം പ്രകടമാകുന്ന കുസൃതികൾ. ഒന്നും തോന്നരുത്, ജനിക്കുന്ന അനേക കുട്ടികളും പല മാനസിക ഡിസോർഡറായിട്ടാണ് ജനിക്കുന്നത്. അതിലൊന്ന് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയും. ഓട്ടിസം എന്ന് ചുരുക്കത്തിൽ പറയും. ഇത് ഈ മാനസികമായ ന്യൂനതയുള്ള കുട്ടികൾ ഒരു നേരം ഒരേ വിഷയത്തിൽ അധികം നേരം അവർ ശ്രദ്ധിച്ചിരിക്കത്തില്ല. അവർക്ക് ഒരു നേരത്ത് ഒരിടത്ത് തന്നെ അല്പനേരം കൂടെ ഒരിടത്ത് ഉറച്ചിരിക്കാൻ പറ്റുകയില്ല. ഏതെങ്കിലും ഒരു കാര്യം അങ്ങനെ തന്നെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുകയുള്ളൂ. മനസ്സും ചിന്തയും ഇങ്ങനെ ഒന്നിലേക്ക് ചാടിപ്പോകും. അതുപോലെ ആളും ചാടിപ്പോകും. ഇപ്പോൾ വന്ന് ഇങ്ങനെ എടുത്തിട്ട് അടുത്ത നിമിഷം അവിടെ ചെല്ലും, അടുത്ത നിമിഷത്തെ കൈയടിക്ക് പാട്ട് പാടും, അടുത്ത നിമിഷത്തെ അടുത്ത ആളെ ഞോണ്ടും, പിന്നെ അടുത്ത നിമിഷത്തിൽ ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ടിരിക്കും, അടുത്ത നിമിഷത്തിൽ വേറെടുത്ത് പേനയെടുത്ത് വേറെടുത്തിന് കൊടുത്തവരിക്കും. ഇത് കണ്ട് നമ്മളവര് വിധിച്ചിട്ട് കാര്യമില്ല. അവരുടെ മനസ്സ് അങ്ങനെയുള്ളതാണ്. ഓരോന്നിനും ഇങ്ങനെ വികൃതിക്ക് കാരണമായ വേറെ പല കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളെ ഒരു വിദഗ്ധന്റെ കൗൺസിലിങ്ങിന് വിധേയപ്പെടുത്തിയാൽ മാറ്റിയെടുക്കാം. ചില ഡിസോർഡറുകൾ വളരുമ്പോൾ തന്നെ തനിയെ മാറിക്കൊള്ളും. എല്ലാറ്റിനും ഉപരി പ്രാർത്ഥന ഫലമായിട്ട് ഒരു വിടുതലുണ്ടാകും. നമ്മൾ 1 ദിനവൃത്താന്തം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു ഭക്തനെ കുറിച്ച് വായിക്കുന്നു. അവന്റെ പേര് യബ്ബേസ്. 4:9. യബ്ബേസ് തന്റെ സഹോദരന്മാരുടെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവന്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. ഇവിടെ വിഷയം തലതിരിച്ചിട്ടിരിക്കുക. ആദ്യം ഇതാണ് പറയേണ്ടത്. എന്താണെന്നറിയാമോ? അവന്റെ അമ്മ അവന് യബ്ബേസ് എന്ന് പേരിട്ടു. പേരിടാൻ കാരണം വ്യസനത്തോടെ പ്രസവിച്ചു. പ്രസവ സംബന്ധമായ വിഷമങ്ങളാണോ അതോ കുട്ടിയുടെ സ്വഭാവത്തിലോ വൈകല്യത്തിലോ വിഷമമാണെന്ന് അറിയുന്നില്ല. ഏതായിരുന്നാലും അവൻ വ്യസനമായിരുന്നു എന്നുള്ള ചുരുക്കം. പക്ഷേ ആദ്യമായി വാദം എന്താണ്? അവൻ തന്റെ സഹോദരന്മാരിൽ ഏറ്റവും മാന്യനായിരുന്നു. ചുരുക്കത്തിൽ അവൻ മാതാപിതാക്കന്മാർക്ക് വ്യസനമായി ജനിച്ചു. പക്ഷേ പിന്നീട് അവന്റെ എല്ലാ മക്കളെക്കാൾ മാന്യനായി മാറി. അഥവാ പ്രാർത്ഥനയുടെ ഫലമായി നമുക്ക് ഈ വികൃത സ്വഭാവങ്ങളെ മാറ്റി രൂപാന്തരപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഈ കുസൃതികളുടെ 2ാമത്തെ വിഭാഗം വളർത്തുന്നവർ മൂലവും വളരുന്ന സാഹചര്യങ്ങൾ മൂലവും സംഭവിക്കുന്നതാണ്. ഇതുവരെ ചിന്തിച്ചതിൽ നിന്ന് ആ കാര്യം വ്യക്തമാണല്ലോ. വളർത്തുന്നവരുടെ സ്വഭാവ വൈകല്യം വളരുന്ന കുട്ടിക്ക് ഉണ്ടാകും. അതുപോലെ നമ്മുടെ കുടുംബത്തിൻ്റെയും ചുറ്റുപാടുകളുടെയും അവിടെ വളർന്ന സാഹചര്യം അവരെ പല വൈകൃത സ്വഭാവത്തിന് ഇടയാക്കി തീർക്കും. പണ്ട് കുടുംബനാഥനെ കേന്ദ്രീകരിച്ചുള്ള വീടായിരുന്നു ഉണ്ടായിരുന്നത്. മനസ്സിലായില്ലായിരിക്കാം. അന്നൊക്കെ 8ഉം 10ഉം ഒക്കെ മക്കളുള്ള കാലമാണ്. കൂടുതലും ആളുകൾ കൃഷിയിലാണ് ഇടപെടുന്നത്. വല്യപ്പൻ, വല്യമ്മ, സഹോദരങ്ങളൊക്കെ കാണും. വലിയൊരു കൂട്ടുകുടുംബം. ഇവിടെ ജനിക്കുന്നതായ മക്കൾ അവര് ശരാശരി ഭക്ഷണവും ഒരു മിനിമം വിദ്യാഭ്യാസവും സാധാരണ ജീവിത സൗകര്യം മാത്രമേ ഉള്ളൂ. അവിടെ ഇത്രയും വലിയ കുടുംബത്തിലെ ഈ മക്കളെ ഞാൻ പറഞ്ഞാൽ 5, 8, 9 ഒക്കെ ഉള്ള മക്കളെ അധികം ശ്രദ്ധിക്കാൻ ഒക്കത്തില്ല. മൊത്തത്തിലൊരു ശ്രദ്ധ അത്രയേ ഉള്ളൂ. അവരുള്ളവർക്ക് കുസൃതി വളരെ കുറവായിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താ? മക്കളുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ 2 അല്ലെങ്കിൽ 1. ഇതിന്റെ കുഴപ്പമെന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടതിലധികം പോഷണം കിട്ടുന്നുണ്ട്. മറ്റും അങ്ങനെയല്ല. അറിയാമല്ലോ പഴയ കാര്യങ്ങളൊക്കെ. ഒന്ന് വെച്ച് വിളമ്പിയാൽ 8 പാത്രം 9 പാത്രത്തിൽ വിളമ്പണം. ഇന്നോ ഒരെണ്ണമേ ഉള്ളൂ. എല്ലാം ഇവനെ കൊണ്ട് തീറ്റിക്കാനായിട്ടാണ് നോക്കുന്നത്. പോഷണം വേണ്ടതിലധികം, സമ്മാനം വേണ്ടതിലധികം. അന്നൊക്കെ എന്തെങ്കിലും കിട്ടാൻ എന്ത് പാടാ. അന്ന് കുഞ്ഞുങ്ങൾ കളിക്കാനായിട്ട് എന്തെങ്കിലും പ്രകൃതി കിട്ടുന്നതായ വെള്ളയ്ക്കായോ എന്തെങ്കിലുമൊക്കെ വളയുടെ പൊട്ടും കുപ്പി കഷ്ണങ്ങളൊക്കെ എടുത്താൽ കളിക്കുക. ഇന്നോ അവർക്ക് എന്തെല്ലാം കളിപ്പാട്ടങ്ങളാണ് കിട്ടുന്നത്. ഇത് വേണ്ടതിലധികം വാങ്ങിച്ചു കൊടുക്കുന്നു. ലാളനയും അധികം കിട്ടുന്നു. അമ്മയപ്പന്മാർ മാത്രമല്ല, സ്വന്തം ബന്ധുമിത്രാദികൾ വരുമ്പോഴും ആകെ ഒന്നേ ഉള്ളെന്ന് പറഞ്ഞ് അമിതമായ ലാളനം. ഇതെല്ലാം നിമിത്തം കുട്ടിക്ക് തോന്നുന്നത് ഞാനൊരു VIP.
എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പം പറഞ്ഞല്ലോ, പണ്ട് കുടുംബനാഥനെ കേന്ദ്രീകരിച്ച് ആ കുടുംബത്തിൽ പ്രായമുള്ള കാരണവർ കാണും. അപ്പോൾ ആരെങ്കിലും വന്ന ഉടനെ ആ കാരണവരെ കണ്ട് അദ്ദേഹത്തിന് ബഹുമാനം കൊടുത്തിരുന്ന് തന്നോട് സംസാരിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ആ പ്രായമുള്ള ആൾ കൊടുക്കാൻ പറയുന്നു, എടുക്കാൻ പറയുന്നു. മക്കളൊക്കെ മറ്റുള്ളവർ വന്ന് നിൽക്കുന്നു, കൊച്ചുകുട്ടികളൊക്കെ അങ്ങോട്ട് മാറി നിൽക്കുന്നു. അപ്പോൾ ആ കുടുംബത്തിൽ ഒരാൾ വന്നാൽ കുടുംബനാഥനാണ് പ്രാധാന്യം. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ച് ഭയപക്വത നിന്ന് വളരുകയാണ്. ഇന്നൊരു വീട്ടിൽ ചെന്നാൽ അവിടുത്തെ VIP ആരാ? 3 വയസ്സുകാരനാണ്. അവനെയാണ് ശ്രദ്ധിക്കുന്നത്, അവനാണ് വീട്ടിൽ. ഇത് നിമിത്തം അവൻ്റെ ഉള്ളിൽ ഞാനാണ് ഈ വീട്ടിലെ പ്രധാന വ്യക്തി. പിന്നെ പ്രവർത്തനങ്ങൾ അങ്ങനെ ആകുന്നതിൽ തെറ്റുണ്ടോ? അതുകൊണ്ട് അവൻ ആഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിൽ അവൻ പൊട്ടിത്തെറിക്കും, അക്രമം ഉണ്ടാക്കും, ചിലപ്പോൾ ഭീഷണിപ്പെടുത്തും. ഇത് അമിതമായ ശ്രദ്ധ മൂലം ഉണ്ടാകുന്നത്. നല്ല കാര്യങ്ങൾ നേടാൻ വാശി ഒരു തെറ്റാന്ന് പറയാൻ പറ്റില്ല. നല്ല കാര്യങ്ങൾക്ക് ഒരാൾ വാശി എടുത്തെന്ന് വരാം. എന്നാൽ ദുർവാശി ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുവാൻ പാടില്ല. മാതാപിതാക്കന്മാർ വാശിയുള്ളവരാണെങ്കിൽ ആ സ്വഭാവം മക്കളിലും കാണും. അവർ വീട്ടിൽ വാശി കാണിച്ചാലും അത് തന്നെ. ചിലപ്പോൾ ഭർത്താവ് വീട്ടിൽ വന്നു, ഭക്ഷണം കൊടുത്തു, കഴിച്ചില്ല. എന്താന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാൻ പറഞ്ഞതാ ഇന്ന കാര്യം ചെയ്തു വെച്ചേക്കണമെന്ന്, അതുകൊണ്ട് എനിക്ക് ഉച്ചയ്ക്ക് ഊണ് വേണ്ട എന്ന് പറഞ്ഞാൽ ഇത് കണ്ടുനിൽക്കുന്ന കുട്ടിയും ഈ വാശി അനുകരിക്കും. അപ്പം വീട്ടിൽ കുട്ടികൾ ദുർവാശിയില്ലാതെ വളരണമെങ്കിൽ മാതാപിതാക്കന്മാർ ദുർവാശി ഇല്ലാത്തവരായിരിക്കണം. അതുപോലെ കുട്ടികൾ എന്തെങ്കിലും സാധനങ്ങൾ ഇഷ്ടപ്പെടാതെ വലിച്ചെറിഞ്ഞ് കളയും. അനേക അമ്മമാർ ചെയ്യുന്നൊരു തെറ്റ്, വലിച്ചെറിഞ്ഞ സാധനം മുറ്റത്തുനിന്ന് അതുപോലെ കൊണ്ടത് പിന്നെയും കരുവിട്ടുണ്ട് കൊടുക്കും. ഇതിനേക്കാൾ വലിയ ദോഷം വഴിയില്ല. ഏതെങ്കിലും കുട്ടി വഴക്കുണ്ടാക്കി വാശിയെടുത്ത ഒരു വസ്തു വലിച്ചെറിഞ്ഞാൽ ഒരു കാരണവശാലും എടുത്ത് അവൻ്റെ കൈ കൊടുക്കരുത്. അപ്പം ആ സാധനം നശിച്ചു പോകണ്ട, അത് എടുത്ത് നിങ്ങൾ സൂക്ഷിച്ച് മാറ്റി വെക്കണം. പക്ഷെ അവൻ കാണുക ചെയ്യരുത്. അപ്പോൾ വലിച്ചെറിഞ്ഞൊരു സാധനം വീണ്ടും എടുത്തു കൊടുക്കുന്ന വിധത്തിൽ അവൻ്റെ വാശിക്ക് വഴങ്ങാനായിട്ട് പാടില്ല. അരിച്ച മൂട് ഭക്ഷണം കൊടുക്കരുത്. സ്നേഹത്തോടെ കൊടുക്കുന്ന ഭക്ഷണം ഒരുപക്ഷെ ഒരു കുട്ടി തുപ്പിക്കളഞ്ഞാൽ അത് തന്നെ വീണ്ടും കൊടുക്കാൻ പാടില്ല. അത് അവൻ്റെ വാശിക്ക് വഴങ്ങുമെന്നുള്ള ചിന്ത ഉള്ളെടുക്കും. ഭക്ഷണം മാറിക്കൊടുത്തു നോക്കുക. അതാണ് എല്ലാ ഭക്ഷണവും ശീലിപ്പിക്കണം. പ്രത്യേകമായ ഭക്ഷണം മാത്രം, എല്ലാ ഭക്ഷണവും ശീലിപ്പിക്കണം. ഏതെങ്കിലും വിധത്തിൽ വാശിയെടുത്താൽ, സമ്മർദ്ദം ചെലുത്തിയാൽ, വഴക്കുണ്ടാക്കിയാൽ കാര്യം നേടുമെന്നൊരു തോന്നൽ ഉളവാകാതിരിക്കാൻ എല്ലാ ജാഗ്രതയും പുലർത്തണം. കുസൃതികളായ കുട്ടികളെ, വാശിക്കാരെ കുട്ടികളെ അങ്ങനെ മാത്രമേ നമുക്ക് തിരുത്തിയെടുക്കാൻ കഴിയുള്ളൂ. ചില വീട്ടിൽ അമ്മ തരത്തില്ലെന്ന് പറഞ്ഞാൽ അപ്പം പറയും, ആ മോന് പപ്പ തരാം എന്നാണ്. ഇനി അപ്പൻ പറയുകയാണ്, നിന്റെ അവിടെ കൊണ്ടുപോകത്തില്ലെന്ന് പറഞ്ഞാൽ അത് സാരമില്ല, മമ്മി കൊണ്ടുപോകാം. അമ്മ നോ പറഞ്ഞാൽ അപ്പൻ ആ കാര്യം സാധിപ്പിച്ചു കൊടുക്കരുത്. അപ്പൻ ഇല്ലെന്ന് പറഞ്ഞാൽ അമ്മ ഉണ്ടെന്ന് പറയരുത്. നിങ്ങൾ രണ്ടുപേരുടെയും വാക്ക് കുട്ടിയോട് ഒന്ന് തന്നെയായിരിക്കണം. ബഹളം വയ്ക്കുന്നെങ്കിൽ ശ്രദ്ധിക്കാതെ തനിയെ അങ്ങ് വിടുക. ബഹളം ഉണ്ടാക്കും. ആ സമയത്ത് ഇന്ന് സമാധാനിപ്പിക്കാൻ, എടുക്കാനും കൊടുക്കാനും, ഇതല്ല വേറെ തരാം, അതല്ല ഇതില തരാം, അമ്മളിമാവന് പിടിച്ചു തരാമെന്നൊന്നും പറയാതെ ബഹളം വയ്ക്കുന്ന ആളെ തനിയെ അങ്ങ് വിടുക. കുറച്ച് ശാന്തനാകുമ്പോൾ ചെന്ന് പറയണം, എന്തുകൊണ്ടാണ് തരാതെന്നറിയാമോ? അത് ഇന്നതാണ് കാരണം. ഷോക്കേസിയ സാധനം എടുത്താൽ പൊട്ടിപ്പോകും. മോൻ്റെ കാലും മുറി, എൻ്റെ കാലും മുറിയും, അതുകൊണ്ടാണ് തരാഞ്ഞത്. എന്നാൽ ശാന്തമാവുമ്പോൾ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അതിനും മറക്കരുത്. ഇങ്ങനെ മാത്രമേ അവരെ കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ. ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി വളർത്തിയാൽ വിപരീത സാഹചര്യങ്ങൾ നേരിടാനുള്ള മനക്കരുത്തില്ലാതെയായിത്തീരും. ഈ കൊച്ചുകുട്ടിക്ക് ആഗ്രഹിക്കുന്നെല്ലാം നമുക്ക് സാധിപ്പിച്ചു കൊടുക്കാം. അവൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നെല്ലാം നടക്കുമോ? ഒരിക്കലും നടക്കത്തില്ല. അപ്പോൾ അന്ന് അവൻ തളർന്നു പോകും. ഞാൻ ആഗ്രഹിച്ച് സാധിച്ചില്ല, ആഗ്രഹിച്ച ജോലി കിട്ടിയില്ല, ആഗ്രഹിച്ച വിജയം കിട്ടിയില്ല, ആഗ്രഹിച്ച ആ വസ്തു വാങ്ങാൻ പറ്റിയില്ല. അവൻ സാഹചര്യത്തെ നേരിടാൻ മനക്കരുത്തില്ലാതെ പോകും. ചെറിയ പ്രായത്തിൽ തന്നെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുകയില്ല എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തേ പറ്റുകയുള്ളൂ. ചെറുപ്രായത്തിൽ ദോഷകരമായ പെരുമാറ്റവും അക്രമ സംഭവങ്ങളൊന്നും നേരിൽ കാണാൻ അനുവദിക്കരുത്. എവിടെ അടിപിടി അക്രമം നടക്കുമ്പോൾ പിള്ളേരും വിളിച്ചുകൊണ്ട് പോയി ഒന്നും കണ്ടു നിൽക്കരുത്. നമ്മൾ അത് ചെയ്യുകയില്ല. കുട്ടികൾ കേട്ടതെല്ലാം അതുപോലെ പറയണമെന്നൊരു ചിന്തയുണ്ടാകും. ഈ കണ്ടതുപോലെ ചെയ്യണമെന്ന ചിന്തയുണ്ടാകും. പ്രത്യേകിച്ച് TV യിൽ കാണുന്നതായ ചിത്രങ്ങൾ തിന്മയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഭരിക്കാതിരിക്കാനാണ് ശ്രദ്ധിക്കുക. വിനോദങ്ങൾ, അതും തിന്മയ്ക്ക് പ്രോത്സാഹനമായ വിനോദങ്ങളാകാനായിട്ട് പാടില്ല.
കമ്പ്യൂട്ടർ ഗെയിംസ് ഇന്നത്തെ കുട്ടികളുടെ പ്രധാനമായ കാര്യമാണ്. കമ്പ്യൂട്ടർ ഗെയിംസ്, തമാശ ഉള്ള ഗെയിംസ് നല്ലതാണ്. കുഞ്ഞുങ്ങളൊന്ന് കണ്ടു ചിരിച്ചോട്ടെ. ഒരു വിജ്ഞാനം, സാൻമാർഗികമായ പാഠം, ഭാഷാ പഠനം, ഇതൊക്കെ ഗെയിംസ് മൂലം ഉണ്ടെങ്കിൽ നല്ലതാണ്, അത് അനുവദിക്കണം. പക്ഷേ അതിന് പകരം ആയുധം ഉപയോഗിക്കുന്ന ഗെയിംസ് ഒന്നും കാണാൻ അനുവദിക്കരുത്. ഏതെങ്കിലും ഒരാൾ ഒരു തോക്ക് പിടിച്ച് എന്ന് വെടിവെച്ച് ഇങ്ങനെ കയറി പോകുന്നൊന്നും അത് കാണിക്കരുത്. കത്തി ഉപയോഗിക്കുക, ആയുധം ഉപയോഗിക്കുക, അതൊന്നും അവർ കാണാനിടയാകരുത്. ആ സ്വഭാവം അക്രമം അവർ വളരും. മോട്ടോർ റേസ് ഇന്നത്തെ ഏറ്റവും വലിയൊരു തകരാറാണ്. ബൈക്ക് ഓടിച്ചു പോയി അതിലെ മറിഞ്ഞ് ബസ്സിന്റെ മുകളിൽ കൂടെ ജമ്പ് ചെയ്ത് അപ്പുറത്ത് പോയി മറിഞ്ഞു വീണ്ടും പിന്നെ എഴുന്നേറ്റ് ഓടിച്ച ഇത് വല്ലതും പ്രാക്ടിക്കലാണോ? അപ്പൊ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെയാണ് മോട്ടോർ ബൈക്കിനെ ഇറന്ന് ഉറപ്പിച്ച് ഓവർ സ്പീഡിൽ പോകാവുന്നു. ഇത് മനസ്സിലുണ്ടാകുമ്പോൾ ഈ കുട്ടി പ്രായമായി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് റോഡിൽ ഇറങ്ങുമ്പോൾ ഇതേ മൈൻഡിലാണ് വാഹനം ഓടിക്കുക. ഇന്നത്തെ കൗമാരപ്രായക്കാര് വാഹനം ഓടിച്ച് ടൂ വീലർ ഉപയോഗിച്ച് അപകടം വരുത്തതിൽ മുഖ്യ കാരണം മോട്ടോർ റേസ് ഗെയിംസാണ്. കൊച്ചു പ്രായത്തിലെ അമിത വേഗവും അശ്രദ്ധയായ ഡ്രൈവിങ്ങും അവരുടെ മനസ്സിൽ ഗൂഢമൂലമാകുന്നത് കൊണ്ടാണ്. അക്രമം, യുദ്ധം, ഇതൊന്നും കണ്ട് നിഷ്കളങ്ക ഹൃദയം കാട് കയറുവാൻ അനുവദിക്കരുത്. ചിലപ്പോൾ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് അല്പനേരം അടങ്ങിയിരിക്കാൻ വേണ്ടിയായിരിക്കാം. ചില അമ്മമാരുണ്ട് അടങ്ങിയിരിക്കാതെ കുഞ്ഞിനെ ടി വി ഓൺ ചെയ്ത് കൊടുത്തിട്ട് ജോലിക്കൊക്കെ പോകും. ടി വിയിൽ അപ്പോൾ കാണുന്നത് വാർത്തയായിരിക്കാം, പിന്നെ കാണുന്നത് വേറെ പലതുമായിരിക്കാം. അതുപോലെ ഏതെങ്കിലും ഗെയിംസ് കളിക്കാൻ കൊടുത്താൽ അതും കൊണ്ട് ഇരുന്നോളുകളോ എന്ന് വിചാരിച്ച് ഇരുത്തിയിട്ട് പോവുക. പക്ഷേ ഈ കാണുന്നതായ ഗെയിംസ് മൂലം അവർക്കൊരു സ്വഭാവത്തിൽ ഒരു മാറ്റം വരുന്നുണ്ടെന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് സ്വഭാവത്തിന് നന്മയ്ക്കുള്ള ഗെയിംസ് മാത്രമേ അനുവദിക്കാവൂ. അക്രമവാസന വളരത്തക്കമുള്ളതായ ഗെയിംസ് അനുവദിക്കരുത്. ചെറുപ്പത്തിൽ പലഹാരവും കളിപ്പാട്ടവും ഒക്കെ ഇഷ്ടമുള്ളത് മാത്രം കൊടുത്ത് വളർത്തുന്നുണ്ട്. ഇഷ്ടമുള്ളത് മാത്രം. ഏതെങ്കിലും പ്രത്യേക പലഹാരം, കേക്ക് ഇഷ്ടമാണെങ്കിൽ തന്നെ മേടിച്ചുകൊണ്ട് കൊടുക്കുക. മിക്സർ തിന്നൂന്ന് പറഞ്ഞത് മാത്രം കൊടുക്കുക. ഒരേ ആഹാരം ഇഷ്ടമാണെന്ന് വിചാരിച്ച് കൊടുത്ത് വളർത്തിയാൽ, ഇഷ്ടങ്ങൾ മാത്രം ഇങ്ങനെ സാധിപ്പിച്ച് ഇഷ്ടമില്ലാത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് വളർത്തിയാൽ പ്രായമാകുമ്പോൾ എല്ലാ വിഷയത്തിലും അത് ഇടപെടും. പെട്ടെന്നൊരു നാൾ ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ചുകൊണ്ട് പയ്യൻ വീട്ടിൽ കയറി വരും. പെട്ടെന്നാൾ എനിക്ക് ഇന്ന പയ്യനെ ഇഷ്ടപ്പെട്ടെന്ന് പെൺകുട്ടി ഇറങ്ങിപ്പോകും. നിങ്ങളൊന്നും നോക്കി നിൽക്കണം. കാരണം ചെറുപ്പത്തിലും ഇഷ്ടമുള്ളത് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ. പ്രായപ്പോൾ നമുക്ക് ഇഷ്ടമോ തിരഞ്ഞെടുത്ത് എന്താണ് കുഴപ്പം? ആ സമയത്താണ് ചിന്തിക്കുന്നത്, അയ്യോ ഒരഭിപ്രായം പോലെ എന്നോട് ചോദിച്ചില്ലല്ലോ, അപ്പനും അമ്മയുടെയും ഒരാഗ്രഹങ്ങളെയും മാനിച്ചില്ലല്ലോ, അവൾ ഇത്രയും വളർത്തിയെടുത്ത് പഠിപ്പിച്ച് നിലയിലാക്കിയിട്ട് അവൾക്ക് ഇഷ്ടമായതിനെ തെരഞ്ഞെടുത്തല്ലോ, അവൻ ഇഷ്ടമായ വഴിയിലേക്ക് പോയല്ലോ, ദുഃഖിക്കേണ്ടതായിത്തീരും. അടിസ്ഥാനം വളരെ ചെറുപ്പത്തിലേ തുടങ്ങേണ്ടതാണ്. നോ എന്ന വാക്ക്, ഇല്ല എന്നുള്ള വാക്കൊക്കെ മക്കളെ പഠിപ്പിച്ചേ പറ്റുകയുള്ളൂ. ഏതെങ്കിലും കാര്യം പിന്നീടാകാം ഉണ്ടെങ്കിലും ശരി. നിങ്ങളുടെ കയ്യിൽ കുട്ടിക്ക് കൊടുക്കാനായിട്ട് 250 ഫീസ് ഉണ്ട്. കുട്ടി ഒന്ന് ചോദിക്കുകയാണ്, അപ്പാ ഈ ആഴ്ച തന്നെ ഫീസ് കൊടുക്കേണ്ടതാ, ഫീസ് കൊടുക്കുക 250 രൂപ വേണം. അത് പറയുമ്പോൾ ഉടനെ എടുത്തു ഉണ്ട് കൊടുക്കാം. ചോദിക്കേണ്ടത് എന്ന് വരെ കൊടുക്കാം? അത് ഈ ആഴ്ച വേണം. ഇന്ന് ചൊവ്വാഴ്ചയിലേ ആയുള്ളൂ, പിന്നീടാട്ടെ. അതൊരു നല്ല കാര്യമാണ്. പിന്നീടാകാം എന്നുള്ള വാക്ക് അതൊരു സ്വഭാവമായി മാറുകയാണ്. എല്ലാം നിൽക്കുന്ന നിപ്പ് ചോദിച്ച ഉടനെ സാധിച്ചെടുക്കുന്നുള്ള ചിന്ത മാറി ഏതിനും സാവകാശപ്പെടണം. അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം കൊടുക്കുമ്പോൾ ഇത് എനിക്ക് വേണ്ട, എനിക്ക് ഇപ്പോൾ ഇത് മതി, പിന്നീട് നമുക്ക് നോക്കാം. ഇങ്ങനെയൊക്കെ മക്കളെ അത് വേണ്ട, അത് നമുക്ക് വേണ്ട, ഇത് നമുക്ക് ചേർന്നതല്ല, ഇതെല്ലാം ചെറുപ്പത്തിലേ ഉള്ള വാക്കുകളിലൂടെ അവരെ സ്വഭാവമായി ശീലിപ്പിച്ചെടുക്കണം. പ്രധാന കാര്യമുള്ളത് മക്കളോട് നമ്മൾ എന്ത് കാര്യം പറഞ്ഞു കൊടുത്താലും നേരെ മുഖാമുഖമായി പറയണം. ചില അമ്മമാര് കുക്കിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മക്കളെ ഉപദേശിക്കുകയാണ്. അവിടെ മലക്കറി അരിയുന്നു, ഇതിനിടയ്ക്ക് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക, നീ അങ്ങനെ വേണം ഇങ്ങനെ വേണം. ഒരിക്കലും അരുത്. മക്കളോട് എന്ത് പറഞ്ഞാലും അവിടെ ചേർത്ത് അടുത്ത് നിർത്തി മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി പറഞ്ഞു കൊടുക്കണം. എങ്കിലേ അവർ ഉള്ളിലേക്ക് കയറുകയുള്ളൂ. കാരണം അവരുടെ മനസ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടന്ന് കിട്ടത്തില്ല. ചാഞ്ചല്യപ്പെടുന്ന മനസ്സായതുകൊണ്ട് അവരുടെ എന്ത് ബുദ്ധി പറഞ്ഞാലും പിടിച്ച് ഏറ്റവും അടുത്ത് നിർത്തുക. എന്നിട്ട് അവരുടെ മുഖത്തൊക്കെ കണ്ണിലോട്ട് തന്നെ നോക്കി. സാധാരണഗതിയിൽ കണ്ണിക്കണ്ണ് നോക്കിയാൽ ആ കണ്ണങ്ങോട്ടേക്ക് മാറാൻ സാധ്യത കുറവാണ്. എന്നിട്ട് വളരെ സാവധാനമായിട്ട് ഒരു കാര്യം പറയുക. പറയുന്ന കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കേണ്ടി വന്നാലും അത് പിന്നെയും പറഞ്ഞു കൊടുക്കുക.
ഈ 2 വയസ്സിന് ശേഷം പറയുന്നതൊക്കെ ഒരുവിധം നന്നായി മനസ്സിലാകുമെന്നാണ് പഠനം. ഒരു കാര്യം ഒരിക്കൽ പറഞ്ഞു കേട്ടില്ലെങ്കിലും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, അടുത്ത തവണയും പറയുക, പിന്നെയും പറയുക. അങ്ങനെ പല പ്രാവശ്യമാകുമ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കാതെ ചെയ്യുന്ന നിലയിലേക്ക് തീരും. ചിലപ്പോൾ ചില കുഞ്ഞുങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തി നമുക്ക് പെട്ടെന്ന് ക്ഷോഭം ഉണ്ടാകും. ക്ഷോഭം ഉണ്ടായ ഉടനെയാണ് തിരുത്താൻ പോകുന്നിരിക്കില്ല. കുട്ടിയുടെ പ്രവൃത്തി നമുക്ക് ക്ഷോഭം ഉണ്ടാക്കിയെങ്കിൽ അപ്പോൾ ഒന്നും മിണ്ടാതെ അതിനാലുണ്ടായ കോപം മാറിയ ശേഷമേ കാര്യം പറഞ്ഞു കൊടുക്കാവൂ. കോപിച്ചും അട്ടഹസിച്ചും കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അവരിങ്ങനെ വലിയ സംഭവം ഉണ്ടായി നന്ദാലിച്ച് നിൽക്കുകയുള്ളൂ. നിങ്ങൾ പറയുന്ന ബുദ്ധിപദേശമൊന്നും അങ്ങോട്ട് കയറത്തില്ല. ഓ, അപ്പനിന്ന് ഭയങ്കര ചൂടാ, അമ്മയും നാഗപ്പാടെ പ്രശ്നമാണ്. അവരാകപ്പാട് ഈ ശബ്ദവും ബഹളവും മുഖത്തിന്റെ ഭാവവും എല്ലാം നോക്കി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ഇതിനിടയ്ക്കാണ് നിങ്ങൾ ഒത്തിരി അങ്ങനെ ചെയ്യണം, ഇങ്ങനെ വേണം, അങ്ങനെ അതല്ല തെറ്റ്, ഇതാണ് ശരി, ഇതൊന്നും കയറുകയില്ല. കോപം മാറിയ ശേഷം വളരെ ശാന്തമായി തെറ്റും ശരി എന്തെന്ന് അവിടെ ചേർത്ത് നിർത്തി മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി പറയുമ്പോൾ അവർ ഉള്ളിലേക്ക് അത് പതിയുന്നതിന് ഇടയാകും. നമ്മൾ സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ജ്ഞാനിയുടെ സാവധാനത്തിലുള്ള വാക്കാണ് നല്ലത്. മൂഢന്മാരെ ഭരിക്കുന്നവന്റെ അട്ടഹാസത്തെക്കാൾ സാവധാനത്തിൽ പറയുന്ന ജ്ഞാനിയുടെ വചനങ്ങൾ നല്ലത്. മൂഢന്മാരുടെ ആ അട്ടഹാസം, അതിന് പകരം ജ്ഞാനിയുടെ സാവധാനത്തിലുള്ള വാക്കുകൾ, അതാണ് ജ്ഞാനം. സ്നേഹവും കരുവും ലഭിക്കാത്തവര് വീട്ടിലും സ്കൂളിലും പൊതുസ്ഥലത്തും കുസൃതി കാണിക്കും. ചില കുസൃതികളുടെ കാരണം അതാണ്, അവർക്ക് വേണ്ടത്ര സ്നേഹവും കരുതലും ലഭിക്കേണ്ടവരുന്നത് വിശിഷ്യ അപ്പനും അമ്മനും ലഭിക്കുന്നില്ല. അതാണ് കാരണം. ഒരു കുട്ടിയെ, ചെറിയൊരു കുട്ടിയെ അനുസരണക്കേടിനും ശാഠ്യത്തിനും കൗൺസിലിങ്ങിനായിട്ട് കൊണ്ടുവന്നു ഒരാളുടെ അടുത്ത്. നല്ല മനോഹരമായ മുറി, മനോഹരമായ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. പേരൻസ് വന്ന് കസേരയിരുന്നു, എന്താ കാര്യങ്ങൾക്ക് ചോദിച്ചു. അപ്പോൾ അവനെക്കുറിച്ച് പരാതിയെല്ലാം പറയുകയാണ്. ഇവനെങ്ങനെയാണ്, ഇങ്ങനെയാണ്, അനുസരണക്കെട്ടവനാണ്, ഇങ്ങനെ ചെയ്യത്തില്ല, ഇവനെ ഒതുങ്ങുന്നില്ല, ഇങ്ങനെ സ്വഭാവങ്ങൾ. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കാർക്കി ചൊറ്റ തുപ്പ് ആ കാർപ്പറ്റിലോട്ട്. അപ്പനും അമ്മയും അന്നേരെ അവർ ജീവൻ പോയി. തന്നല്ല വാക്കുകളില്ലാതെ ഉണ്ടോ സാറേ ഉണ്ട്, മനസ്സിലായല്ലോ, ഇത് തന്നെ പറഞ്ഞില്ല. പക്ഷേ ആ മനുഷ്യൻ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ സാവകാശം കൊണ്ട് ചെന്ന്, മോനെ വെളിയിൽ പോയി തുപ്പുണ്ടായിരുന്നു, ഇവിടെയാണ് തുപ്പിയത്. ഉടനെ അവൻ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്, മോനെ എന്നൊരു വിളി കേട്ടിട്ട് ഒത്തിരി നാളായി സാറേ. അവിടാണ് വിഷയം. എന്താണ് അവന്റെ വികൃതിക്ക് കാരണം? അവന് വേണ്ടത്ര സ്നേഹവും ശ്രദ്ധയും കിട്ടുന്നില്ല. അപ്പൊ സ്നേഹവും ശ്രദ്ധയും കിട്ടാൻ എന്ത് ചെയ്യണമെന്ന അവന്റെ ഉള്ളു പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും വികൃതി ചെയ്താൽ എന്നെ ആളുകൾ ശ്രദ്ധിക്കും. പ്രത്യേകം ശ്രദ്ധിച്ചാട്ടെ, നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നാൽ ആദ്യം ഇടപെടുന്നത് കൊച്ചുകുട്ടികളോടാണ്. ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൂട്ടുകാർ മുതിർന്നവരെ കണ്ട് രാഷ്ട്രീയ കാര്യങ്ങളും മതപത്രത്തെ കണ്ട കാര്യങ്ങളും അതും എല്ലാം അവിടെ കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല. ഒരു വീട്ടിൽ ചെന്ന് ആദ്യം അവിടുത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയോടെ നിങ്ങൾ ഇടപെടേണ്ടത്. വിളിച്ച് സ്നേഹിച്ച് ചോദിച്ച് പറഞ്ഞതിന് ശേഷം നിങ്ങൾ മുതിർന്നവരുമായി സംസാരിച്ചായിട്ട് ഒരു കുഴപ്പമില്ല. എന്നാൽ ആദ്യം നിങ്ങൾ ചെന്ന് കുട്ടിയെ ശ്രദ്ധിക്കാതെ മുതിർന്നവരുമായി ഡയലോഗ് തുടങ്ങിയാൽ ഇടയ്ക്ക് അവൻ ഇടപെടും. ഇല്ലാത്ത വകളെല്ലാം കാണിക്കും. അവൻ മേശയുടെ മുകളിൽ കയറും, താഴട്ട് ചാടും, അവിടത്തെ കസേര അവൻ തട്ടിമറിച്ചിടും. അവൻ എന്തെല്ലാം ചെയ്യും അതെല്ലാം ചെയ്യും. എന്തിനാ? എന്നെ എന്താ ശ്രദ്ധിക്കാതെ? അപ്പൊ അവനെ ശ്രദ്ധിക്കുമോ എന്നറിയണം. കുസൃതിയുടെ ഒരു പ്രധാന കാരണം സ്നേഹവും കരുതലും ലഭിക്കാത്തത് കൊണ്ട്. അതുകൊണ്ട് ഒരു കുട്ടിയെ കുസൃതി കാണിക്കുമ്പോൾ അതിന് കാരണം എന്താണെന്ന് വിശകലനം ചെയ്യണം. വിശകലനം ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇനി ശ്രദ്ധയും കരുതലും ലഭിക്കാത്തതുകൊണ്ടാണെങ്കിൽ അത് കൊടുത്ത് സാവകാശം തിരുത്തിയെടുക്കുവാനായിട്ട് നമ്മൾ നോക്കണം. ശിക്ഷിക്കാതെ തിരുത്തുന്നതായ വിധം പ്രധാനമായ കാര്യമാണ്. ചിലർ വിചാരം അവൻ്റെ തോടയടിച്ച് പൊട്ടിക്കാത്ത കുഴപ്പമാണെന്ന് പറയും. അങ്ങനെയൊന്നും കുട്ടികളുടെ സ്വഭാവം തീരത്തില്ല. ശിക്ഷ കൊടുക്കാതെ തിരുത്തിയെടുക്കുക. ഒരുപാട് ടീച്ചേഴ്സ് അവരുടെ അനുഭവമുണ്ട്. ഒരേ ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുന്നത്. ഒരു സ്കൂളിൽ ടീച്ചർ ആദ്യമായിട്ട് ചാർജ് എടുത്ത് അവർക്ക് ഒരു ഡിവിഷൻ കിട്ടി. ഇന്ന ഡിവിഷനാണെന്ന് ക്ലാസ് ടീച്ചറാന്ന് പറഞ്ഞപ്പോഴേ അവിടെ എല്ലാവരും കൂടെ അതൊക്കെ അടക്കം ചിരിക്കുന്നുണ്ട്. അവർക്ക് തോന്നി എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്ന്. അവിടെ ചെന്നപ്പോൾ മിടുക്കന്മാരെല്ലാം ഉണ്ട്, അവരൊക്കെ കണ്ടു. അതിൽ ഒരുത്തരെ നോക്കി അവൻ്റെ ശകലം വ്യത്യാസമുണ്ട്. ഏതായിരുന്നാലും ശരി, അങ്ങനെ ഇരുന്ന ടീച്ചർ ചില കാര്യം പഠിപ്പിച്ചിട്ട് ബോർഡിൽ എഴുതാനായിട്ട് തിരിഞ്ഞ സമയത്ത് ഉടനെ ടീച്ചറെ ഇവനെന്നെ കൊത്തി. ചേടാ
തിരിഞ്ഞു നോക്കി. മുമ്പേ ശ്രദ്ധിച്ച പുള്ളി തന്നെയാണ് വില്ലൻ. നോക്കി ഉടനെ അവൻ ഇവനെ ഉപദ്രവിച്ചിട്ട് ഉടനെ കൊണ്ട് ചെന്നു. നീ അങ്ങനെ ചെയ്തോ? ആ, ഞാനാ ചെയ്തേ. അനുഭവത്തിലില്ല. ശരി, വിട്ടു. തിരിച്ചു വന്നിട്ട് എഴുത്തെല്ലാം കഴിഞ്ഞ ശേഷം അവരവിടെ വന്നിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന കുറേ സാധനം എല്ലാം കൊണ്ട് തട്ടിമറിച്ചിട്ടു. അടുത്ത സ്വഭാവം. ഉടനെ ആ കുട്ടിയെ ശാന്തമായിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് അവനോട് ചില കാര്യങ്ങൾ, അവൻ്റെ പേരെന്താ, എവിടെ വീടൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു. ചോദിക്കുന്നതിനിടയ്ക്ക് അവനിതെല്ലാം പറഞ്ഞിടയ്ക്ക് തിരിച്ചൊരു ചോദ്യം, ടീച്ചറിൻ്റെ സാരി പുതിയതാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അവൻ ചെയ്തത് ഉടനെ തന്നെ ആ സാരിയുടെ അറ്റം പിടിച്ച് ഒറ്റക്കേറ്. ടീച്ചറൊന്നും മിണ്ടിയില്ല. ഇതന്വേഷിച്ചപ്പോൾ അവൻ്റെ വീട്ടിൽ പിതാവ് ഒരു മദ്യപാനിയും വീട്ടിൽ നിന്നും അലോഹ്യമാണ്. ഇത് നിമിത്തം അവന് സ്നേഹമോ ശ്രദ്ധയോ കിട്ടാതെ അവൻ്റെ മനസ്സ് സ്വഭാവവിരുദ്ധപ്പെട്ട്, ഞാൻ ആ വിഷയത്തെ ചുരുക്കമായിട്ട് പറയുകയാണ്, സ്നേഹത്തിലൂടെ ആ കുട്ടിയെ തിരുത്തിയെടുത്ത് അവനെ ക്ലാസ്സിൽ ഏറ്റവും മിടുക്കനായിട്ട് തീർന്നു. ശിക്ഷിച്ച് തിരുത്തുന്നത് കൊണ്ട് പ്രയോജനം വരുന്നില്ല. ശിക്ഷിക്കാതെ തിരുത്തുവാനായിട്ട് നമ്മൾ പഠിക്കണം. ശ്രദ്ധിക്കപ്പെടുവാനും വില്ലനാകുവാനും ഒരു കുസൃതി കാണിക്കുന്നെങ്കിൽ അവൻ കാണിക്കുന്ന കുസൃതിയെ ശ്രദ്ധിക്കാതെ തിരുത്തുക എന്നുള്ളതാണ്. ഒരു ആൾ തൻ്റെ അനുഭവം ഇപ്രകാരം എഴുതി. സ്കൂളിൽ പോയാൽ എല്ലാവിധ പ്രശ്നം ഉണ്ടാക്കും. അടിയെ പിടിയെ പ്രശ്നങ്ങളെന്നും സ്കൂളിൽ നിന്ന് പരാതികളാണ് വരുന്നത്. അവർ ചോദിച്ചാൽ ഞാനങ്ങനെ ചെയ്തു എന്ന് പറയുകയും ചെയ്യും. ചിലപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് പറയും, ഇന്ന് ഞാൻ ജബ്ബാറിൻ്റെ തലയ്ക്ക് ഒരു കൊട്ട് കൊടുത്തു. ഓരോ ദിവസവും വന്നവൻ എന്തൊക്കെ ചെയ്യുമെന്ന് വീട്ടിൽ വന്ന് പറയും. ഇവനാകെ അധ്യാപകനൊരു തലവേദനയാണ്, പേരൻസിൻ്റെ മറ്റു കുട്ടികൾക്കും അവൻ്റെ ശല്യമാണ്. ഇങ്ങനെ അവൻ പോകുന്നതായ സമയത്ത് ഒടുവിൽ PTA മീറ്റിംഗ് തുടങ്ങി. അപ്പോൾ ഇവനറിയാം PTA മീറ്റിങ്ങിന് പോവുകയാണ്. ടീച്ചർ ഇവൻ്റെ എല്ലാ ചരിത്രവും പറയുന്നറിയാം. ഇവനൊരു മുൻകൂർ ജാമ്യം എടുത്ത് നേരത്തെ പറഞ്ഞു, ഞാൻ ഇന്ന കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്നതിനൊക്കെയാണ് വലിയ പെരുമാറുന്നത്. ചിലപ്പോൾ പപ്പയെ കണ്ട ടീച്ചർ ഇങ്ങനെ പറയുമായിരിക്കും, മമ്മിയെ കാണും ചിലപ്പോൾ ടീച്ചർ എൻ്റെ കാര്യം ഇങ്ങനെ പറയുമായിരിക്കും. എല്ലാം നേരത്തെ അവൻ സൂചിപ്പിച്ചു. അവിടെ ചെന്നപ്പോൾ എല്ലാം കഴിഞ്ഞു. ഓരോരുത്തരുമായി സംസാരിക്കുമ്പോൾ ഇവൻ്റെ കുഴപ്പങ്ങളൊക്കെ പറയുകയും ചെയ്തു. വീട്ടിലേക്ക് വരുമ്പോൾ ഇവൻ ഫ്രണ്ടിൽ തന്നെ പുറകിലേക്കിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇപ്പം വരുന്നുണ്ട്. അവിടെ ചെന്ന് ടീച്ചറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു കാണുമ്പോൾ ഞാൻ ചെയ്ത എല്ലാ കുസൃത്തരങ്ങളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, മൊത്തം ചോദിക്കാനാണ് വരുന്നതെന്ന നിലയിൽ റെഡിയായിരിക്കുകയാണ്. വീട്ടിൽ വന്നു. അവർ സാധാരണഗതിയിൽ അകത്തോട്ട് പോയി മറ്റു കാര്യങ്ങൾ. അപ്പം പുറകെ ചെന്നു. മീറ്റിങ്ങിന് പോയില്ലേ? പോയി. ടീച്ചറെ കണ്ടു. ടീച്ചർ എൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ലേ എന്നായി. അത് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങളുടെ മോൻ മിടുക്കനാ, ഇച്ചിരി ബഹളമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ, അവൻ മിടുക്കനാ, ബുദ്ധിമാനാ, അവനെ ഉത്സാഹിച്ച് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെയാണോ പറഞ്ഞേ? അന്ന് മുതൽ അവൻ മാറി. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയുള്ളതായ ഈ വികൃതികൾ കണ്ടില്ല എന്ന് നടിച്ച് അവരിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാവുന്ന നന്മകളെ പറഞ്ഞപ്പോൾ സ്വഭാവം മാറുന്നിടയായി. ഇതിനാ ആ മാതാവിനെ പ്രേരിപ്പിച്ചത്. പണ്ടൊരിക്കൽ ഒരു ബുക്ക് വായിച്ചു, ഹാൻഡിൽ വിത്ത് കെയർ എന്ന്. കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഗ്ലാസ്സുകളൊക്കെ വരുമ്പോൾ പാക്ക് ചെയ്ത് വന്നാലും ഹാൻഡിൽ വിത്ത് കെയർ, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, പൊട്ടിപ്പോകും. ഇതുപോലെയാണ് കുട്ടികൾ സ്ഫടികപാത്രം പോലെയാണ്, വളരെ കെയറായിട്ട് ഹാൻഡിൽ ചെയ്യണം. ഒരു പൊതുസ്ഥലത്ത് കുരുത്തക്കേട് കാണിച്ചാൽ ഉടനെ അവിടെ വെച്ച് അടിക്കാനും പിടിക്കാനും ശാസിക്കാനും ഒന്നും നിൽക്കരുത്. ഇവിടെ തന്നെ വന്നു, ഇത്രയും പേര് ഇരിക്കുമ്പോൾ കുട്ടി ഇവിടെ എന്തെങ്കിലും കാണിക്കും, അന്നേരം ശാസിക്കുകയല്ല, അവൻ്റെ മുഖത്ത് നോക്കി നമ്മുടെ മുഖം മാറ്റി കാണിക്കുക. നീ ചെയ്തത് ശരിയായില്ല, അത് പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് മുഖം ഭാവം കൊണ്ട് വെളിപ്പെടുത്തുക. അതിനുശേഷം അവൻ്റെ ശ്രദ്ധ വേറൊന്നിലേക്ക് തിരിച്ചുവിടുക. അതാണ് ശ്രദ്ധ വേറൊന്നിലേക്ക് തിരിച്ചുവിടുമ്പോൾ. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ശ്രദ്ധ തിരിച്ചുവിടുന്ന വിഷയം, ഒരു കുട്ടി ഒരു പെൻസിലെടുത്ത് ഭിത്തിയെല്ലാം ഇങ്ങനെ കുത്തി വരച്ചുകൊണ്ടിരിക്കുക. ഉടനെ തന്നെ ചെയ്യേണ്ടത് അങ്ങോട്ട് ചെന്നിട്ട് ഭിത്തിയിലിട്ട് നോക്കിയിട്ട്, ഇവനെ ഒന്ന് നോക്കിയിട്ട് ഒരു ബുക്ക് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് പറയണം, അവനെ ഇതിനകത്ത് മോന് പൂ വരയ്ക്കാൻ അറിയാമല്ലോ, ഇതിനകത്തൊരു പൂ വരച്ചാട്ടെ. അവൻ വരച്ചോളും, മറ്റത് അവൻ മറന്നുപോകും. അതിന് പകരം അവനെ അടിക്കുകയോ ശാസിക്കുകയോ ചെയ്താൽ ഇത് തന്നെ വീണ്ടും ചെയ്യണം, ഇങ്ങനെ ഉള്ളൂ എനിക്ക് മാതാവിൻ്റെ പിതാവിന് ശ്രദ്ധ പിടിച്ചു വിട്ടാൽ കഴിയുള്ളൂ ചിന്തിക്കും. നമ്മൾ അവിടെ ശ്രദ്ധ മറ്റുള്ളവർക്ക് തിരിച്ചു വിട്ടുകൊണ്ട് അതിൽ നിന്ന് വിടുവിച്ചെടുക്കുക.
ഈ മുമ്പേ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് നാം ചെയ്യുന്നൊരു തിന്മ എന്നു ചോദിച്ചാൽ നെഗറ്റീവ് ടോക്കിംഗ് ഉണ്ട് നമുക്ക്. എപ്പോഴും അരുത് അരുത് അരുത്. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഒരു ദിവസം കുട്ടികളോട് എത്ര അരുതെന്ന് പറഞ്ഞ് കൂട്ടി നോക്കിയാൽ ഒത്തിരി അരുതെന്ന് പറഞ്ഞാണ്. ഇവിടെ കിടന്ന് ചാടരുത്, ആ ചെടിയിലെ പൂ പറിക്കരുത്, ഷോക്കേസിരിക്കുന്ന സാധനം എടുക്കരുത്, പപ്പയുടെ ഫോണ് തൊടരുത്, എല്ലാം അരുതാണ്. എന്നും ഒരു 100 കൂട്ടം അരുതുകളാണ്. പക്ഷേ നിങ്ങൾക്കറിയാം കുട്ടികളുടെ സ്വഭാവം അരുതെന്ന് പറഞ്ഞാൽ അത് തന്നെ ആദ്യം ചെയ്യണം. മനഃപൂർവ്വമല്ല, അരുതെന്ന് നിങ്ങൾ പറയുമ്പോഴാണ് അവരത് ചിന്തിക്കുന്നത് പോലും. ഉദാഹരണം, ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചു, കറണ്ട് പോയി, ഊതിക്കെടുത്തരുത് കേട്ടോ. അത് പറഞ്ഞപ്പോൾ തന്നെയാണ് ഊതിയാൽ കെടുവെന്ന് അവൻ ചിന്തിക്കുന്നതിന്, മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. കത്തിച്ചു വെച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ കറണ്ട് പോയപ്പോൾ ഒരു മെഴുകുതിരി ഉണ്ടായിരുന്നു, നന്നായി, ഇന്നലെ ഏതായാലും മേടിച്ചു വെച്ചതാ, അത്ര വായിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അപ്പം അതിലോട്ട് അവൻ്റെ ശ്രദ്ധ പോകുന്നത്. അതിന് പകരം ഊതിക്കെടുത്തരെന്ന് പറഞ്ഞാൽ ഇന്ന് ഊതിക്കെടുത്ത് നോക്കട്ടെന്ന് അവൻ്റെ ചിന്ത. ആൺകുട്ടി ചേച്ചിയുടെ മുടിയെ പിടിച്ച് വലിക്കുക എന്ന് ആദ്യമേ തന്നെ പറയും, നീ ചേച്ചിയുടെ മുടിയെ പിടിച്ച് വലിക്കല്ലേ, വലിക്കല്ലേ എന്ന് പറഞ്ഞെങ്കിൽ അവന് വലിക്കണം. അങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ വലിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെയും ചെയ്യും. ചെയ്യേണ്ടതാ, എവിടെ നിന്ന് ചീപ്പെടുത്തോണ്ട് പോയി, ചേച്ചിക്ക് മുടിയൊന്ന് ചീ കൊടുത്തെന്ന്, ചീ കൊടുത്തു. അവൻ്റെ ശ്രദ്ധ ഒന്നിൽ നിന്ന്, അവളുടെ ശ്രദ്ധ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് മാറ്റിയെടുക്കുക. ഒരു വാട്ടർ ടാപ്പ് തുറന്ന് വെള്ളം കളഞ്ഞുകൊണ്ടിരിക്കുക, നഷ്ടമല്ലേ? വെള്ളം കളയരുത്, ടാപ്പ് തുറക്കരുതെന്നോട് പറഞ്ഞത്, തുടരുതെന്നാണ് പറഞ്ഞത്. അത് പറയും തോറും തൊട്ടുകൊണ്ടിരിക്കും. ഒരു ചെറിയ ബക്കറ്റ് എടുത്ത് കൊടുത്തിട്ട്, മോനെ ഇതിനകത്ത് വെള്ളം പിടിച്ചുകൊണ്ട് വന്നാട്ടെ, കാബേജ് മേടിച്ചുകൊണ്ടൊന്ന് കഴുകാനാ, ഉച്ചയ്ക്ക് തോരൻ വെക്കാനാന്ന് പറഞ്ഞ്, ഓ അപ്പം മറ്റേ കാര്യം വിട്ടു കഴിഞ്ഞു. ഈ പുള്ളി പോയി വെള്ളമൊക്കെ പിടിച്ച് നിറച്ച് ടാപ്പൊക്കെ മുറുക്കിയിട്ട് പയ്യെ ഉള്ളതായിട്ട് വന്നോളൂ. അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് അവരെ ശ്രദ്ധയെ മാറ്റിക്കൊണ്ട് ഒരു കുസൃതിയോ ചെയ്യുന്നെങ്കിൽ അതിന് പകരം വേറെ നല്ല കാര്യം ചെയ്യുവാനായിട്ട് ഏൽപ്പിച്ചുകൊണ്ട് അവരെ തിരുത്തിയെടുക്കുക. ഏറ്റവും പ്രധാനം സ്നേഹബന്ധമാണ്. ഏത് കുസൃതിക്കാരുടെയും കുസൃതി തിരുത്താനുള്ള പ്രധാന മാർഗം സ്നേഹബന്ധമാണ്. സ്നേഹത്തിൻ്റെ ആജ്ഞാശക്തി അറിഞ്ഞിരിക്കണം, ഉപയോഗിക്കണം. സ്നേഹിക്കുന്നവർ പറയുന്ന കാര്യം അറിയാതെ ചെയ്തു പോകും. ഒരു കുട്ടി എനിക്കറിയാം, പ്രീമച്യൂർഡാണ്, മാസം തികയാതാണ് പ്രസവിച്ചത്, ബുദ്ധിക്ക് ഇച്ചിരി കുറവുണ്ട്, സംസാരിക്കത്തില്ലായിരുന്നു. കിൻഡർ ഗാർട്ടനിലൊക്കെ വിട്ട് ചെറിയ തോതിലൊക്കെ ചില വാക്കുകളൊക്കെ പറയും. അവൻ എങ്ങനെയാണ് വളർത്തുന്നത്? അവൻ്റെ മമ്മിയുണ്ട്, വേറെ പലരുമുണ്ട്, അവൻ്റെ ചേച്ചിയുണ്ട്, പക്ഷെ അവൻ്റെ സ്നേഹം പപ്പയോടാണ്. അവൻ അപ്പൻ എന്ത് പറഞ്ഞാലും കേൾക്കും. അപ്പൻ അവനെ അതുപോലെ സ്നേഹിച്ചാണ് വളർത്തുന്നത്. അപ്പോൾ ഒരു നാളിൽ അപ്പൻ ബിസിനസ്സിന് പോയ സമയത്ത് ഇവൻ മുറിക്കകത്ത് കടന്ന് കുറ്റിയിട്ട് കളഞ്ഞു. ആകെ വിഷമത്തിലായി, കുട്ടിയനകത്തായി. ജനലിൽ കൂടെ പലരും പറഞ്ഞു, മോനെ അത് തുറക്കും, മോനെ അത് അങ്ങനെ കുത്തി ഇങ്ങനെ ഉറക്കും. ഇതൊന്നും അവന് മനസ്സിലാക്കുന്നേ ഇല്ല. ഒടുവിൽ അവൻ്റെ പപ്പായ്ക്ക് ഫോൺ ചെയ്തു, ഭാര്യയോട് പറഞ്ഞു, നീ ഫോൺ അവന് കൊടുക്കാൻ പറഞ്ഞു. ഫോൺ അങ്ങോട്ട് കൊടുത്തു ഉടനെ പറഞ്ഞു, എടാ അപ്പോ കഥ തുറക്കടാ എന്ന് പറഞ്ഞു. ഉടനെ ചെന്ന് കഥ എന്ന് പറഞ്ഞു. ആ സ്നേഹിക്കുന്നവരുടെ വാക്കിന് ആജ്ഞാശക്തിയിൽ അവൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു. അതിനു മുമ്പ് ആരെല്ലാം കരഞ്ഞു നോക്കി, പിടിഞ്ഞു നോക്കി, അത് തുറക്കണോ, വാതിൽ തുറക്കണോ, അങ്ങനെ തെങ്ങി ഒന്നും പറഞ്ഞിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. സ്നേഹമുള്ളവൻ ദൂരെ നിരുന്നുകൊണ്ട് ഫോണിൽ കൂടെ ഒറ്റ വാക്ക്, സ്നേഹത്തിന് ആജ്ഞാശക്തിയിലൂടെ വേണം മക്കളെ തിരുത്തുവാൻ, ശിക്ഷിച്ചല്ല. സ്നേഹത്തിന് വലിയ സ്വാധീന ശക്തിയുണ്ട്. ഒരിക്കൽ സാധുവായ ഒരു സ്ത്രീ തൻ്റെ മകനെ പട്ടണത്തിലുള്ള ഒരു കോളേജിൽ ചേർത്തു. അവൻ ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ തൻ്റെ മകനെ കാണാൻ അമ്മ അവിടെ ചെന്നു. മകൻ്റെ ഹോസ്റ്റലിലെ മുറി ചെന്നപ്പോൾ ആ മുറി കണ്ട് അമ്മ തല താഴ്ത്തിപ്പോയി എന്ന് വേണം പറയാൻ. എല്ലാവിധ മോശമായ ചിത്രങ്ങളും അവിടെ എല്ലാം ഒട്ടിച്ചു വെച്ചിരിക്കുക. അമ്മയ്ക്ക് മനസ്സിലായി, എൻ്റെ മകൻ തെറ്റായ വഴിയിലേക്കാണ് പോകുന്നതെന്ന്. എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് വളരെ ദുഃഖത്തോടും നിരാശയോടും അമ്മ തിരിച്ചു വീട്ടി വന്നു. വന്നതിന് ശേഷം അമ്മ തൻ്റെ ഒരു നല്ലൊരു ഫോട്ടോ മകന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാനൊരു ഫോട്ടോ വയ്ക്കുന്ന മോനെ, മമ്മിയുടെ ഫോട്ടോയാണ്, നീ നിൻ്റെ മുറിയിലെ ഭിത്തിയിൽ തൂക്കിയിടണമെന്ന് പറഞ്ഞു. അവൻ അതുപോലെ തന്നെ ആ ഫോട്ടോ എടുത്ത് മുറിയുടെ ഭിത്തിയിൽ തൂക്കിയിട്ടു. ചില നാളുകൾക്ക് ശേഷം അമ്മ വീണ്ടും ഹോസ്റ്റൽ മുറി ചെന്നപ്പോൾ അവിടെ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ അമ്മയുടെ, ബാക്കി ഫോട്ടോകളൊന്നും അവിടെ ഇല്ല. അവൻ ഇങ്ങനെ പറഞ്ഞു,
അമ്മയുടെ ഫോട്ടോയിലേക്ക് നോക്കുമ്പോൾ ഇതിനരികിൽ മറ്റൊരു ചിത്രങ്ങൾ വയ്ക്കാൻ എന്നെ മനസ്സ് അനുവദിക്കുന്നില്ല. സ്നേഹത്തിന്റെ ആജ്ഞാശക്തി. അപ്പൻ അമ്മ മക്കളെ ഹൃദയംഗമായി സ്നേഹിക്കുന്നു എന്ന് വരികിൽ നിങ്ങളുടെ സ്നേഹത്തിന്റെ ആജ്ഞാശക്തിയെങ്കിൽ മക്കളെ തിരുത്തിയെടുക്കാൻ കഴിയും. ശിക്ഷയല്ല പ്രധാനം. ഇതാണ് ശരിയായ വഴി. കുസൃതിയുടെ വേറൊരു കാരണം നിങ്ങളുടെ കുട്ടി സ്മാർട്ടായതുകൊണ്ടായതാണ്. വികൃതിത്തരം കണ്ട് ഒരു വ്യക്തി എഴുതി തള്ളരുത്. അവനൊരു വികൃതിയാ, ഇവനൊന്നിനും കൊള്ളത്തില്ലെന്ന് എഴുതി തള്ളരുത്. ഇങ്ങനെ ചൊല്ലുണ്ട്, നല്ല നിലത്തിലെ കളയും വളരുമെന്ന്. ഈ പാറപ്പുറത്ത് ഏലം ഉണ്ടാകത്തില്ല, ഒരു ചെടിയും വളരത്തില്ല. അസമയം ഏതെങ്കിലും ഒരു കാട് വളരുന്ന ഒരു നിലത്ത് കാട് പിഴുത്തിട്ടും ഏലം വെച്ച് അത് വളരും. അങ്ങനെയെങ്കിൽ കള വളരുന്ന മണ്ണിൽ വിളയും വളരുമെന്നറിയണം. അഥവാ ഏറ്റവും വികൃതിയായ കുട്ടി ഏറ്റവും സമർത്ഥനായിരിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുട്ടി വികൃതിയും കുസൃതിയും കാണിക്കുന്നെങ്കിൽ അവൻ വളരെ ബുദ്ധിമാനായതുകൊണ്ടാവാം. ഒരു സ്കൂളിൽ നിന്ന കുട്ടി ഒരു എഴുത്തുമായി വീട്ടിൽ വന്നു. എഴുതിയിരുന്നത് ആ കുട്ടിയുടെ മമ്മിക്കുള്ള എഴുത്ത്, ഇവൻ പഠിക്കാൻ മണ്ടനാണ്, കേൾവി അല്പം കുറവുണ്ട്, ഇവനെ സ്കൂളിൽ ഇനി വിട്ടിട്ട് കാര്യമില്ല, വിടുകയും വേണ്ടെന്നായിരുന്നു. ആ അമ്മയ്ക്ക് തൻ്റെ മകനെക്കുറിച്ച് നല്ല അറിയാമായിരുന്നത് കൊണ്ട് കുട്ടിയെ പിന്നെ സ്കൂളിൽ വിട്ടില്ല, വീട്ടിലിരുത്തി പഠിപ്പിക്കാൻ തുടങ്ങി. അമേരിക്കയിലാണ്. വീട്ടിലിരുത്തി പഠിപ്പിച്ച് ആ കുട്ടി നല്ലൊരു മിടുക്കനായി ഒരു ശാസ്ത്രജ്ഞനായിട്ട് മാറി. ഒന്നല്ല 1000 കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഒരു പ്രധാന കണ്ടുപിടുത്തമാണ് ഈ കാണുന്ന ബൾബ്. പേരെല്ലാവർക്കും അറിയാം, എഡിസൺ. താൻ ഭരിച്ചപ്പോൾ അമേരിക്കയിലെ എല്ലാ ബൾബുകളും ഓഫ് ചെയ്താണ് ആ ശാസ്ത്രജ്ഞനോട് രാജ്യം ആദരവ് പ്രകടിപ്പിച്ചത്. അപ്പോൾ ആ സ്കൂളിൽ നിന്ന് ഇവൻ പഠിക്കുകയില്ല, ബുദ്ധിയില്ലാത്തവനാണ് എന്ന് പറഞ്ഞ് വിട്ടപ്പോൾ ആ അമ്മ അതൊരു വെല്ലുവിളി ഏറ്റെടുത്തു. അവന്റെ പ്രാപ്തി എനിക്കറിയാം, അവനുള്ളതായ നല്ലതിനെ ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്തു. വളരെ സ്മാർട്ടായതുകൊണ്ട് ഒരു കുട്ടി കുസൃതി കാണിക്കാം സാധ്യതയുണ്ട്. അതുകൊണ്ട് വികൃതിയായ കുട്ടിയെ സമർത്ഥനാക്കി തീർക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് നാം പെരുമാറേണ്ടത് ആവശ്യമാണ്. ഇത് സാധിക്കണമെങ്കിൽ നമ്മൾ കുട്ടികളെ അറിഞ്ഞു വളർത്തണം.